കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, എന്നും പരിശുദ്ധമായ ഈ ദേവാലയ അന്തരീക്ഷത്തിൽ പ്രാർത്ഥിക്കുന്നതും ധ്യാനിക്കുന്നതും ദൈവവചനം കേൾക്കുന്നതും എന്നും ഏറ്റവും അനുഗ്രഹീതമായി നാം കാണുകയും മനസ്സിലാക്കുകയും അതിൽ സംവദിക്കുകയും ചെയ്യുന്നു. ആ ദൈവികമായ അനുഗ്രഹങ്ങൾ കൂടുതലായി നമ്മുടെ ജീവിതത്തിലേക്ക് പകരട്ടെ എന്ന് മുന്നമേ ആശംസിക്കും. പ്രത്യേകിച്ച് പരിശുദ്ധനായ പരിമള തിരുമേനിയുടെ പെരുന്നാളിലേക്കൊക്കെ അടുത്തു വരുമ്പോൾ ആ ദൈവികമായ അനുഗ്രഹങ്ങൾ അതിൻ്റെ പൂർണ്ണാവസ്ഥയിൽ എനിക്ക് നിങ്ങൾക്ക് ലഭിക്കാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ചിത്രശലഭത്തെ കാണാത്തവരായിട്ട് ആരുമില്ല. വളരെ ഭംഗിയുള്ള പാറിപ്പറക്കുന്ന ചിത്രശലഭത്തെ പ്രായഭേദമന്യേ എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാൽ ചിത്രശലഭത്തിൻ്റെ ജീവിത രീതി പരിശോധിക്കുമ്പോൾ ഈ ചിത്രശലഭത്തിൻ്റെ ജീവിതത്തിൻ്റെ ആദ്യഘട്ടം അത്ര ഇഷ്ടമില്ലാത്ത ഒരു ജീവിതത്തിൻ്റെ വളർച്ചാ ഘട്ടം അതിനുണ്ട്. പുഴുവായി മുട്ടയായി ഇലകളിൽ പറ്റിയിരുന്ന, അവിടുന്ന് പുഴുവായി എവിടെയാണോ താൻ പറ്റിയിരുന്നത് അത് മുഴുവനും കാർന്നു നിന്ന് അടുത്തു ചെന്നാൽ അല്പം ദുഷിച്ച മണം ലഭിക്കുന്ന, അറപ്പുളവാക്കുന്ന, തൊടുവാൻ ഇഷ്ടപ്പെടാത്ത വെറും പുഴുവായി താൻ പോകുന്ന മേഖലകളിലെ അല്ലെങ്കിൽ ചെടികളുടെ ഇലകളൊക്കെ കാർന്നു നിന്ന് ജീവിക്കുന്ന ചിത്രശലഭം. എന്നാൽ അതിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ അത് സ്വയം ഒരുക്കുന്ന ഒരു കൂട്ടിലേക്ക് മാറി അത് ധ്യാനത്തിലിരിക്കുകയാണ്. അത് മാറിയിരിക്കുകയാണ്. ഇന്നലെ വരെ ചെയ്തിരുന്ന ജീവിത ചര്യകളൊക്കെ മാറ്റിവെച്ച്, ഇന്നലെ വരെ കഴിച്ചിരുന്ന ആഹാര സമ്പ്രദായങ്ങൾ മാറ്റിവെച്ച് ഈ ജീവി അതിൻ്റെ പ്യൂപ്പാവസ്ഥയിലേക്ക് അത് കൂടുണ്ടാക്കി മാറ്റി ഇരിക്കുകയാണ്. കുറെ ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ കൂട് വിളർന്നു വരുന്ന ഈ പുതിയ ജീവിയാണ് ഞാനും നിങ്ങളും എന്ത് പേര് വിളിച്ചത്? ചിത്രശലഭം എന്ന് പേര് വിളിച്ചത്. ഇപ്പൊ കാണുവാൻ നമുക്ക് വളരെ മനോഹരമായ ചിത്രശലഭമാണ്. അതിന്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ ഒരു ജീവിത രീതിയും ഇപ്പോൾ ഇതിനില്ല. കാരണം കഴിഞ്ഞകാല ജീവിതത്തിൽ ഈ പ്യൂപ്പാവസ്ഥയിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പ് അതിലകൾ തിന്നു തീർത്ത് കാഷ്ടിച്ച് വൃത്തികേടാക്കിയിരുന്നെങ്കിൽ ഇന്ന് ഈ ചിത്രശലഭം കുടിക്കുന്നത് അല്ലെങ്കിൽ നുകരുന്നത് എന്താ? തേനാണ് നുകരുന്നത്. ഇന്നലെ വരെ കഴിച്ചിരുന്നതൊന്നും അത് കഴിക്കുന്നില്ല. ഏറ്റവും ശ്രേഷ്ഠമായി കരുതുന്ന ഭക്ഷണങ്ങൾ അത് കഴിക്കുവാൻ തുടങ്ങുന്നു. ഇന്നലെ വരെ മറ്റുള്ളവർക്ക് അറപ്പുളവാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് എല്ലാവരും ഒരുപോലെ കാണുവാൻ അതിനെ ആഗ്രഹിക്കുന്നു. ഇന്നലെ വരെ വലിയ നിറമൊന്നുമില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇതിന്റെ ചിറകുകൾക്ക് നല്ല വർണ്ണപ്പൊലിമ ദൈവം തമ്പുരാൻ നൽകിയിരിക്കുന്നു. അങ്ങനെ പ്രിയമുള്ളവർ, ഒരു പരിപൂർണമായ രൂപാന്തരമാണ് ഈ ജീവിക്ക് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്ന ഒരു ഭക്തനെ സംബന്ധിച്ച്, തമ്പുരാന്റെ വചനങ്ങൾ കേൾക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച്, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവനുണ്ടാകേണ്ടുന്നത് ഇത്തരത്തിലുള്ള പരിപൂർണമായ രൂപാന്തരമാണ്. ഇന്നലകളിൽ വന്നിരുന്ന സകല സാഹചര്യങ്ങളിൽ നിന്ന് മാറി പുതിയ അനുഭവങ്ങളിലേക്ക്, പുതിയ നന്മയിലേക്ക്, മറ്റുള്ളവരെ ആനന്ദത്തിലേക്ക് നയിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലേക്ക്, മറ്റുള്ളവർക്ക് ആനന്ദം പകരുന്ന ജീവിത സാഹചര്യങ്ങളിലേക്ക്, നല്ലത് എന്ന് മറ്റുള്ളവരാൽ പറയപ്പെടുന്ന ജീവിത സാഹചര്യത്തിലേക്ക് അല്ല, തമ്പുരാൻ കൊള്ളാമെന്ന് പറയുന്ന വിളിക്കുന്ന നല്ലവനും വിശ്വസ്തനുമായ ദാസ എന്ന് വിളിക്കുന്ന വിളി കേൾക്കുവാൻ കൊള്ളാവുന്ന തരത്തിലേക്ക് ഒന്ന് രൂപാന്തരപ്പെടുവാൻ കവണ്ണം എനിക്കും നിങ്ങൾക്കും ഇടയാകണമേ എന്ന് മുന്നമേ ഞാൻ ഓർപ്പിക്കുന്നു. ഒരല്പസമയം ചിന്തിക്കുവാനായി ദൈവത്തിൽ ശരണപ്പെടുന്ന വേദഭാഗം യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 5-ഉം 7-ഉം വാക്യങ്ങളാണ്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 5-ഉം 7-ഉം വാക്യങ്ങൾ. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവന്റെ അമ്മ ശുശ്രൂഷകരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവന്റെ അമ്മ ശുശ്രൂഷകരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. 7-ാം വാക്യം: യേശു അവരോട്, ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുവീൻ എന്ന് പറഞ്ഞു. അവർ വക്കോളവും കോരി നിറച്ചു.
രണ്ട് പേരുടെ വാക്കുകളാണ് ഇവിടെ വായിച്ചത്. ഒന്ന് ആരാ പറഞ്ഞേ? ഒന്ന് യേശുവിൻ്റെ അമ്മ സംസാരിക്കുകയാണ്. രണ്ടാമത് സംസാരിച്ചത് യേശുവാണ്. യേശുവിൻ്റെ അമ്മ പറഞ്ഞത് ഇങ്ങനെ: അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അത് ചെയ്യണം. യേശു പറഞ്ഞത് നിങ്ങൾ വക്കോളം കോരി നിറയ്ക്കണം. നമുക്ക് വളരെ സുപരിചിതമായ വേദഭാഗമാണ്. ഒരുപക്ഷെ വേദപുസ്തകത്തിൽ ക്രമീകരിച്ചിട്ടുള്ളതിൽ ഏറ്റവും മനോഹരമായ ഒരു വിവാഹ വിരുന്ന സ്ഥലം ഇതാണ്. ഒരുപക്ഷെ യേശുവും ശിഷ്യന്മാരും കൂടെ പോയിട്ടുള്ള ഒരേ ഒരു വിവാഹ വേദി ഇതായിരിക്കാം. അവിടെ ആ വേദഭാഗത്ത് പറയുന്നത് യേശുവിനെ ക്ഷണിച്ചിട്ടുണ്ട്, അവൻ്റെ അമ്മയെ ക്ഷണിച്ചിട്ടുണ്ട്, അവൻ്റെ ശിഷ്യന്മാരെ ക്ഷണിച്ചിട്ടുണ്ട്. ഇവരെല്ലാം ആ വിവാഹ വിരുന്നിൽ ചെന്ന് നിൽപ്പുണ്ട്. നാം അറിയുന്നത് പോലെ സാധാരണ കാണുന്ന തിരക്കുകളെല്ലാം ആ കല്യാണ വീട്ടിലുണ്ട്. ഇപ്പോഴാണല്ലോ കല്യാണ വീട്ടിൽ തിരക്കില്ലാത്തത്. കാരണം രാവിലെ 10:30 അല്ലെങ്കിൽ 11 മണിക്കോ ഓഡിറ്റോറിയത്തിൽ തള്ളുള്ള കാലമാണ്. പണ്ട് അങ്ങനെയല്ല. വീടുകളിൽ കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ ദിവസങ്ങളോളം കൊണ്ട് ആരംഭിക്കുന്നതാണ്. അങ്ങനെ യേശുവും ശിഷ്യന്മാരും അമ്മയും ഒക്കെ അവിടെയുണ്ട്. അവിടെയുള്ള കാര്യങ്ങളിലൊക്കെ അവർ ശ്രദ്ധിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഒരുപക്ഷെ യേശുവിൻ്റെ അമ്മ അവിടെയുള്ള പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മുടെ സ്ത്രീകളൊക്കെ സാധാരണഗതിയിൽ ഒരു വീട്ടിൽ ചെന്നാൽ, പ്രത്യേകിച്ച് പുരുഷന്മാർ മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് സ്ത്രീകളാണ്. വേണ്ടുന്നതും വേണ്ടാത്തതും ഇത് രണ്ടും മനസ്സിലാക്കുന്നത് അവരാണ്. അങ്ങനെ അമ്മ മനസ്സിലാക്കി, അവിടെ വേണ്ടുന്ന ഒരു കാര്യം മനസ്സിലാക്കിയിട്ടാണ് മകനോട് വന്ന് പറഞ്ഞത്. അവർക്ക് എന്തില്ല? വീഞ്ഞ് തീർന്നുപോയി എന്ന് പറയുന്നു. യേശു ചോദിക്കുന്ന ചോദ്യം അവിടെ എനിക്കും നിനക്കും എന്ത്? അതിന് വീഞ്ഞ് തീർന്നു പോയതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നൊക്കെ യേശു അമ്മയോട് പറയുന്നുണ്ട്. എന്നാൽ ഈ അമ്മയ്ക്ക് ഒരു വലിയ ബോധ്യമുള്ളത് ഇതാണ്: താൻ തൻ്റെ മകനോട് എന്തു പറഞ്ഞോ അതിനൊരു പരിഹാരം തൻ്റെ മകൻ കാണും എന്ന ബോധ്യം ആർക്കുണ്ട്? ഈ അമ്മയ്ക്കുണ്ട്. അതുകൊണ്ടാണ് അമ്മ അവിടെ നിൽക്കുന്ന വേലക്കാരോട് പറഞ്ഞത്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അത് ചെയ്യണം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഈ വെള്ളിയാഴ്ച ഈ മധ്യാഹ്ന സമയത്ത് എന്നോടും നിങ്ങളോടും പരിശുദ്ധയായ മാതാവ് കൽപ്പിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. അവൻ നിങ്ങളോട് എന്തെങ്കിലും ഒന്ന് കൽപ്പിക്കുന്നെങ്കിൽ നിങ്ങൾ അത് ചെയ്യണം. ചെയ്യുന്നെങ്കിൽ എന്തോ ഒന്ന് സംഭവിക്കുവാനായിട്ട് പോകുന്നു. എന്താ സംഭവിക്കാനായിട്ട് പോകുന്നത്? ആ വീട്ടിലെ പ്രശ്നം എന്തായിരുന്നു? വീഞ്ഞില്ല എന്നുള്ളതാണ്. വീഞ്ഞില്ല എന്നുള്ള പ്രശ്നത്തിന് പരിഹാരമായി എൻ്റെ മകൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അത് ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ ആ ഭവനത്തിലെ പ്രശ്നം പരിഹരിക്കുമെങ്കിൽ, ഇവിടെ എന്നോട് നിങ്ങളോടും പറയുന്നത്, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. എന്ത് ചെയ്താൽ? അവൻ കൽപ്പിക്കുന്നത് ചെയ്താൽ. ഇതൊരമ്മയുടെ ഉറപ്പാണ്. എന്ത്? തൻ്റെ മകനോട് പറയുന്നത് അപ്പടി ചെയ്യുമെന്ന തൻ്റെ അമ്മയുടെ ഉറപ്പാണിത്. ഇന്ന് പലപ്പോഴും ഞാൻ ഉൾപ്പെടെയുള്ള വൈദികരും മനസ്സിലാക്കുന്ന ഒരു സംഗതി, പല അമ്മമാരുടെയും പ്രശ്നം, അമ്മമാര് പറഞ്ഞാൽ ആര് കേൾക്കില്ല? മക്കൾ കേൾക്കില്ല. മക്കൾ കേൾക്കാനായിട്ട് സാധ്യതയില്ല. അമ്മമാർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, അല്ലെങ്കിൽ പിതാക്കന്മാർക്ക് തങ്ങളുടെ മക്കളെ പറ്റി ഒരുപാട് പ്രതീക്ഷകളുണ്ട്. പക്ഷേ ആഗ്രഹിക്കുന്ന പ്രതീക്ഷകൾക്ക് അനുസരിച്ച് വളർന്നു വരുവാൻ ഒരു തലമുറയ്ക്ക് കഴിയുന്നില്ല. അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അപ്പനും അമ്മയും വളഞ്ഞു കൊടുക്കേണ്ടി വരും. ഇത് വെറുതെ പറയുന്നതല്ല. അടുത്ത കാലത്ത് ഒരു ചെറുക്കനും പെണ്ണും തമ്മിൽ കല്യാണം കഴിച്ചു. അതിൻ്റെ അമ്മ, ചെറുക്കൻ്റെ അമ്മയുടെ പരാതി ഇതാണ്: ചെറുക്കന് വയസ്സ് 20, പെണ്ണിന് വയസ്സ് 22. രാവിലെ പഠിക്കാനായിട്ട് പോയതാണ്, കോളേജിൽ ഒരുങ്ങിക്കെട്ടി പോയതാണ്. പക്ഷേ തിരിച്ചു വന്നപ്പോൾ കൂടെ തന്നേക്കാൾ മുതിർന്ന ഒരു പെണ്ണും കൂടെ ഉണ്ട്. അവൻ അവളെ മതി, അവൾക്ക് അവനെയും മതി. അമ്മ പറഞ്ഞാലൊന്നും കേൾക്കില്ല. അമ്മ പറഞ്ഞാൽ അത് അംഗീകരിക്കപ്പെടുകയില്ല. അവസാനം ഇവരെല്ലാം ഒരു വീട്ടിൽ താമസിക്കേണ്ടെന്ന ഗതിയാ. പ്രായപൂർത്തിയാകാതെ എങ്ങനെ കല്യാണം കഴിപ്പിക്കും? പ്രിയമുള്ളവരെ, അമ്മ പറയുന്നത് കേൾക്കുവാൻ മനസ്സില്ലാത്ത ഒരുപാട് മക്കളുള്ള ലോകമാണ്. പലപ്പോഴും നമ്മുടെ വീടിന്റെ മതിലിനപ്പുറത്ത് ഒരു ലോകത്ത് അവർ ജീവിക്കുന്നതോ ചെയ്യുന്നതോ നമുക്ക് മനസ്സിലാകാത്ത ഒരു കാലത്ത് ജീവിക്കുകയാണ്. അവര് മനസ്സിലാക്കി വരുമ്പോഴത്തേക്കും കാലം ഒരുപാട് കടന്നു പോകും, തിരുത്തുവാൻ കഴിയാത്ത വിധം മാറിപ്പോകും. അവിടെയാണ് ചിലപ്പോഴൊക്കെ ചില ആത്മഹത്യകളോ ഒറ്റപ്പെടലുകളോ ഒക്കെ സംഭവം, മാനസികമായ വിഭ്രാന്തികളോ ഒക്കെ ആയി ചില ആളുകളെ കണ്ടുമുട്ടുവാനായിട്ട് കഴിയുന്നത്. പക്ഷേ ഈ അമ്മയെ സംബന്ധിച്ച് അമ്മയ്ക്ക് ഉറപ്പുണ്ട്, താൻ പറഞ്ഞാൽ ആര് കേൾക്കും?
തൻ്റെ മകൻ കേൾക്കും. അതുകൊണ്ടാണ് പരിശുദ്ധ ദൈവമാതാവിനെ എക്കാലത്തും എന്നും സഭ ശുദ്ധിമതികളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ഒന്നാം സ്ഥാനത്ത് പെടുത്തിയിരിക്കുന്നത്. മാതാവ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. മാതാവിനോട് പ്രാർത്ഥിക്കാതെ ഒരു മധ്യസ്ഥതയുമില്ല. എല്ലാ മധ്യസ്ഥതകളും ആരംഭിക്കുന്നത് ആരിൽ തുടങ്ങിയ? പരിശുദ്ധ മാതാവിൽ തുടങ്ങി. അതുകൊണ്ട് കുക്കുരിയോൻ ഉൾപ്പെടെയുള്ള എല്ലാ പ്രാർത്ഥനകളും ദൈവമാതാവിനെ ആദ്യം ഓർത്തുകൊണ്ട് നടത്തപ്പെടുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഈ അമ്മ പറഞ്ഞാൽ ആര് കേൾക്കും? മകൻ കേൾക്കും. മാത്രമല്ല, അതുകൊണ്ട് അമ്മ പറയുന്നത്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങളത് ചെയ്യണം. യേശു തമ്പുരാൻ കൽപ്പിക്കുന്നു, നിങ്ങൾ വക്കോളം കൽപാത്രങ്ങളിൽ വക്കോളം കോരി നിറയ്ക്കണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആ കല്യാണ വീട്ടിലെ യഥാർത്ഥ പ്രശ്നം എന്താ? വീഞ്ഞ് തീർന്നുപോയി. ഞാൻ പറഞ്ഞാൽ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, വീഞ്ഞ് തീർന്നു പോയതല്ല അവിടുത്തെ പ്രശ്നം, മറിച്ച് ആ വീട്ടുകാരന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിപ്പോയതാണ് അവിടുത്തെ പ്രശ്നം. ശരിയല്ലേ? വീഞ്ഞ് തീർന്നു പോയതാണോ പ്രശ്നം, അതോ വീട്ടുകാരന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിപ്പോയതാണോ? കല്യാണം കഴിച്ചവരും കഴിപ്പിച്ചവരും ഒക്കെ ആയിരിക്കുന്നത്. ഒരു വീട്ടിലും കല്യാണം കഴിപ്പിക്കുമ്പോൾ, ഒരു വിരുന്ന് ഒരുക്കുമ്പോൾ അവിടെ കുറവ് വരാനുള്ള സാഹചര്യം ഒന്നും ഒരു വീട്ടുകാരനും ഒരുക്കുകയില്ല. എല്ലാം ക്രമീകരിച്ചു വെക്കും, അല്പം കൂടെ കൂടുതൽ ക്രമീകരിച്ചു വെക്കും. ഇവിടെ വീഞ്ഞ് യഹൂദന്മാരുടെ പാരമ്പര്യത്തിൽ പ്രധാന ഭക്ഷണമായിരിക്കെ എല്ലാ വീടുകളിലും വീഞ്ഞ് കരുതിയിട്ടുണ്ട് എന്നിരിക്കെ ഈ കുടുംബനാഥൻ കൃത്യമായി തൻ്റെ വീട്ടിലും എന്ത് കരുതിയിട്ടുണ്ട്? വീഞ്ഞ് കരുതിയിട്ടുണ്ട്. അയൽവക്കത്തെ വീടുകളിലൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്ത്? പോരാതെ വന്നാൽ വീഞ്ഞ് വേണമെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. കടകളിലൊക്കെ ഒരുപക്ഷെ പറഞ്ഞ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും വീഞ്ഞ് തീർന്നു പോയതിന്റെ കാരണം ആ വീട്ടുകാരന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയി എന്ന. പ്രിയമുള്ളവരെ, ചില സമയത്തെങ്കിലുമൊക്കെ എൻ്റെയും നിങ്ങളുടെയും കണക്കുകൂട്ടലുകൾ ഇങ്ങനെ തെറ്റിപ്പോകാറില്ലേ? ഇവിടെ ഈ വീട്ടുകാരന് അവന്റെ വീഞ്ഞ് തീർന്നു പോയ കണക്കുകൂട്ടലുകളായിരുന്നെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിന്റെ ചില കണക്കുകൂട്ടലുകൾ ചില സമയങ്ങളിൽ മാറി മറിഞ്ഞു പോയ നിമിഷങ്ങളിലില്ലേ? സാമ്പത്തികമായ ക്രമീകരണങ്ങളെ പറ്റി ഒരുപാട് കണക്ക് കൂട്ടി വെച്ചിട്ട് ചില നിമിഷങ്ങളിൽ സകല കണക്കുകൂട്ടലുകളും തെറ്റിപ്പോയി ഒരു മുഴം കയറിന്റെ തുമ്പിലേക്ക് ഓടിയെടുക്കുന്ന ഒരുപാട് ജീവിതങ്ങളിലില്ലേ? അല്ലെങ്കിൽ ആരോടും പങ്കുവയ്ക്കുവാൻ കഴിയാതെ കണക്കൂടലുകൾ തെറ്റി സ്വയം ഉരുകെത്തിയിരുന്ന, വീടിനുള്ളിൽ ഉരുകെത്തിയിരുന്ന ഒരുപാട് അനുഭവങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലില്ലേ? ഒരുപാട് പ്രതീക്ഷകളുമായി അനേകരുടെ മുമ്പിൽ ഈ ലോക ജീവിതത്തിൽ ഭംഗിയായി ജീവിക്കാമെന്ന് കരുതി തുടങ്ങിയതാണ്. പക്ഷേ അതെങ്ങും എത്താതെ വന്നപ്പോൾ വല്ലാത്ത നെടുവീർപ്പോടെ ഉൾവലിഞ്ഞ ജീവിതത്തിന്റെ അനുഭവങ്ങളില്ലേ? ഇതെല്ലാം കണക്കുകൂടലുകൾ തെറ്റിപ്പോയ അവസ്ഥയാ. പക്ഷേ ഈ കുടുംബനാഥന് ഉള്ള അനുഗ്രഹവും ആശ്വാസവും എന്ന് പറയുന്നത് യേശു അവിടെ ഉണ്ട് എന്നുള്ളതാണ് അവന്റെ വലിയ ആശ്വാസം. അതുകൊണ്ടാണ് യേശു തമ്പുരാൻ പറഞ്ഞത്, നിന്റെ ഈ കണക്കുകൂടലുകൾ തെറ്റിപ്പോകുന്നെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം, കൽപാത്രങ്ങളിൽ വെള്ളം കോരി നിറയ്ക്കണം. അവിടെ ചില കൽപാത്രങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. എത്ര കൽപാത്രങ്ങൾ ഉണ്ടെന്നാ പറയുന്നേ? 6 കൽപാത്രങ്ങൾ, 2 or 3 പറ വീതം കൊള്ളുന്ന കുറെ കൽപാത്രങ്ങൾ, 6 എന്നവിടെ ഒരു എണ്ണം പറയുന്നുണ്ട്. കുറെ കൽപാത്രങ്ങൾ അവിടെയുണ്ട്. ഇവിടെ മാത്രമല്ല, എല്ലാ യഹൂദരുടെ ഭവനങ്ങളിലും എന്തിരിപ്പുണ്ട്? ഈ കൽപാത്രങ്ങൾ ഇരിപ്പുണ്ട്. ഈ കൽപാത്രങ്ങളുടെ ഉപയോഗം എന്താണെന്നറിയാമോ? എന്താ കൽപാത്രങ്ങളുടെ ഉപയോഗം? ശുദ്ധീകരണത്തിനുള്ള വെള്ളം കോരി നിറയ്ക്കുക. അതിന്റെ ഉപയോഗം അതാണ്. ശുദ്ധീകരണത്തിനുള്ള വെള്ളം കോരി നിറയ്ക്കുക. എന്തിനാ ശുദ്ധീകരണത്തിനുള്ള വെള്ളം നിറയ്ക്കുക? പഴയ ചില വീടുകളിലൊക്കെ ചെന്നാൽ വീടിന്റെ ഉമ്മറപ്പടിയിൽ ഒരു സാധനം ഇരിപ്പുണ്ട്. എന്തോന്ന്? കിണ്ടി. എന്തിനാ? വീടിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ കാല് കഴുകി മുഖം കഴുകി ശുദ്ധി വരുത്തി എവിടേക്ക് കയറണം? കാരണം വീട് അത്രമാത്രം പവിത്രമായ ഒരു സ്ഥലമാണ്. അത്രമാത്രം പവിത്രമായ സ്ഥലമാണ് എവിടം? വീട്. ദേവാലയവും അങ്ങനെ തന്നെ വിശുദ്ധമായ സ്ഥലമാണ്. അവിടേക്ക് പ്രവേശിക്കുമ്പോഴും എന്ത് വേണം? കാല് കഴുകി വേണം കയറുവാനായിട്ട്. മുസ്ലിം സഹോദരങ്ങൾ പ്രാർത്ഥിക്കാൻ പള്ളിയിൽ ചെല്ലുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവിടെ ആ പള്ളിക്ക് വെളിയിൽ വെള്ളം ക്രമീകരിച്ചിട്ടുണ്ട്. അവർ കാലും കൈയും മുഖവും ഒക്കെ കഴുകിയാണ് അവിടെ കയറുക. അമ്പലങ്ങളിൽ ദീപാരാധനയ്ക്ക് ചെല്ലുന്ന അല്ലെങ്കിൽ ഭക്തൻ എന്ത് ചെയ്യും? കുളത്തിലിറങ്ങി കാലും കൈയും ഒക്കെ കഴുകി ശുദ്ധി വരുത്തി അവിടേക്ക് കയറും. ഒരു കാരണവശാലും കുളിക്കാതെ വരുന്ന അല്ലെങ്കിൽ ശുദ്ധിയില്ലാതെ വരുന്ന ഒരേ ഒരു കൂട്ടരേ ഉള്ളൂ. അതാര്? നമ്മളാണ്. നമുക്കിതൊന്നും ഒരു പ്രശ്നമല്ല. എവിടെ പോയിട്ടും എങ്ങനെ പോയിട്ടും നമ്മൾ വന്ന് എവിടെ കയറും?
പള്ളിക്കുള്ളിലേക്ക് കയറും. ഒന്ന് കാല് കഴുകി കയറാനുള്ള വെള്ളവും ക്രമീകരിച്ചിട്ടില്ല, ഉണ്ടെങ്കിൽ തന്നെ അത് തിരിഞ്ഞ് നോക്കുകയുമില്ല. നമ്മളിങ്ങ് കയറുകയാണ്. അല്പം സ്പ്രേകൾ ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ, പള്ളിക്കുള്ളിൽ വന്ന് അങ്ങനെ നിന്നാൽ മതി. എല്ലാവരുടെയും എല്ലാവരും ശ്രദ്ധ നമ്മുടെ അടുക്കിലേക്ക് എത്തിക്കൊള്ളും. പോട്ടെ, ഇവിടെ ശുദ്ധീകരണത്തിനുള്ള നിയമം അനുസരിച്ച് വെള്ളം കോരി നിറയ്ക്കുന്ന കൽപാത്രങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. ആ കൽപാത്രങ്ങളിലേക്കാണ് വെള്ളം നിറയ്ക്കുവാനായിട്ട് അവിടെ യേശു തമ്പുരാൻ പറഞ്ഞത്. പ്രിയമുള്ളവരെ, ഈ കൽപാത്രങ്ങൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എന്റെയും നിങ്ങളുടെയും ഒക്കെ പ്രതിനിധിയാണ്. ആര്? ഈ കൽപാത്രങ്ങൾ. അവിടെ ശുദ്ധീകരണത്തിന് വേണ്ടി വെള്ളം കോരി നിറയ്ക്കുന്ന ഈ കൽപാത്രങ്ങൾ ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹത്തിന്റെ പ്രതിനിധിയാണ്. എന്താ അങ്ങനെ പറയാൻ കാരണമെന്നറിയാമോ? ഈ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയ കുടുംബനാഥന്റെ പ്രാതിനിധ്യമാണ് ആർക്കുള്ളത്? ഈ കൽപാത്രങ്ങൾക്കുള്ളത്. കാരണം ഈ കൽപാത്രങ്ങൾ ഒരിക്കൽ ആഗ്രഹിച്ചു, അതിനെ വെട്ടിയുണ്ടാക്കിയപ്പോൾ, അതിനെ മെനഞ്ഞുണ്ടാക്കിയപ്പോൾ അത് ആഗ്രഹിച്ചിരുന്നത് ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു ജീവിതവും ശൈലിയുമാണ്. ആരാഗ്രഹിച്ചത്? കൽപാത്രം ആഗ്രഹിച്ചത്. പക്ഷെ കൽപാത്രം ഇപ്പൊ ഇരിക്കുന്നത് എവിടെയാ? കിണറ്റിന്റെ കരയിൽ. എന്നും അതിലേക്ക് വെള്ളം കോരി നിറയ്ക്കുന്നുണ്ട്. പക്ഷെ ഇന്നുവരെ അതിൽ കോരി നിറച്ച വെള്ളം എന്തായിട്ടില്ല? വീഞ്ഞായിട്ടേ ഇല്ല. ഈ കൽപാത്രങ്ങൾ കാണുന്നുണ്ട്. തന്റെ അടുക്കൽ കൊണ്ടുവന്ന് കഴുകിയ ഒരുപാട് പാത്രങ്ങൾ യജമാനന്റെ ഭവനത്തിനുള്ളിൽ പ്രധാന സ്ഥലത്ത് പലയിടത്തും ഇരിക്കുന്നത് അവൻ കണ്ടിട്ടുണ്ട്. ഒരിക്കലും കൽപാത്രം എവിടെ ഇരുന്നിട്ടില്ല? പ്രധാന സ്ഥലത്തേക്ക് പോയിട്ടില്ല. വീഞ്ഞ് നിറച്ച പാത്രങ്ങൾ പലതും തന്റെ അടുക്കൽ വന്ന് കഴുകി വൃത്തിയാക്കി വീണ്ടും വീഞ്ഞ് നിറച്ച് കലവറയ്ക്കുള്ളിലേക്ക് പോയത് കൽപാത്രം കണ്ടിട്ടുണ്ട്. പക്ഷെ കൽപാത്രം ഒരിക്കലും ഈ കലവറയ്ക്കുള്ളിലേക്ക് പോയിട്ടില്ല. കൽപാത്രങ്ങൾ ഒരുപാട് ആളുകൾ തന്നെ ഉപയോഗിച്ച് കടന്നുപോയത് ഈ കൽപാത്രം കണ്ടിട്ടുണ്ട്. പക്ഷേ ആരും കൽപാത്രത്തോട് ഒരു നന്ദിയും പറഞ്ഞിട്ടില്ല. കൽപാത്രത്തിനുള്ളിൽ നിന്ന് വെള്ളം കോരിയെടുത്ത് തങ്ങളുടെ ശുദ്ധി വരുത്തി തങ്ങളുടെ ഉപയോഗം നടത്തി കടന്നു പോകുന്ന ആരും കൽപാത്രത്തോട് നീ ഇവിടെ ഇരുന്ന് വെള്ളം നിറച്ചതുകൊണ്ടാണ് എനിക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ കണക്കുകൂട്ടലുകൾ തെറ്റിയ മനുഷ്യരുടെ പ്രതിനിധിയാണ് ആര്? ഈ കൽപാത്രങ്ങൾ. കണക്കുകൂടലുകൾ തെറ്റിയ മനുഷ്യന്റെ പ്രാതിനിധ്യമാണ് പ്രിയമുള്ളവരെ കൽപാത്രങ്ങളെങ്കിൽ. എന്ന് വേർപ്പിച്ചതുപോലെ എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതം പലപ്പോഴും കൽപാത്രങ്ങളുടെ അവസ്ഥയിലാണ്. വെള്ളം ആരൊക്കെയോ കോരി നിറയ്ക്കുന്നുണ്ട്, പക്ഷെ ഒരിക്കലും എന്താവുന്നില്ല? വീഞ്ഞായി മാറുന്നില്ല. ആരൊക്കെയോ ചില കാര്യങ്ങൾ ക്രമീകരിക്കുന്നുണ്ട്, പക്ഷേ ഈ ഇരിക്കുന്ന സ്ഥാനത്ത് നിന്ന് ഒരു ശ്രേഷ്ഠമായ സ്ഥാനത്തേക്ക് ഒന്നും മാറിയിരിക്കാനായിട്ട് സാധിക്കുന്നില്ല. ആരോ മെനഞ്ഞുണ്ടാക്കി ഈ ലോകത്തിൽ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ ആഗ്രഹിച്ചതിനപ്പുറത്തേക്കൊന്ന് മാറുവാൻ പലരും എന്നെ കടന്നു പോകുന്നത് കണ്ടിട്ട് അതിനപ്പുറത്തേക്കൊന്ന് പോകുവാൻ തക്കവണ്ണം കഴിയാതെ കണക്കുകൂട്ടലുകൾ തെറ്റിയ കൽപാത്രത്തെ പോലെ ഞാൻ നിങ്ങൾ വാങ്ങിച്ചിരുന്നെങ്കിൽ ആ കണക്കുകൂട്ടലുകളൊന്ന് മാറുവാനാണ് യേശുദമ്പുരാൻ പറഞ്ഞത്. നിന്നിലേക്ക് എന്ത് കോരി നിറയ്ക്കണം? വെള്ളം കോരി നിറയ്ക്കണം. തീർന്നില്ല. രണ്ടാമത് പറയുന്നു, കൽപാത്രങ്ങൾ കണക്കുകൂട്ടിയ മനുഷ്യന്റെ പ്രതിനിധി മാത്രമല്ല, പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ പ്രതിനിധിയാണ് ആര്? കൽപാത്രങ്ങൾ. പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യന്റെ പ്രതിനിധി എന്ന് പറഞ്ഞാൽ ഒരുപാട് അധ്വാനങ്ങൾ കൊണ്ട് ഒരുപാട് പ്രയത്നങ്ങൾ കൊണ്ട് രൂപപ്പെടുത്തിയ ഈ കൽപാത്രം വിചാരിച്ചു, ഇത്രയും അധ്വാനം തനിക്ക് ഉണ്ടായതുകൊണ്ട്, ഇതിനെ രൂപപ്പെടുത്തുവാൻ ഇത്രയും പ്രയാസം ഉണ്ടായതുകൊണ്ട് കുറെ കൂടെ ശ്രേഷ്ഠമായ സ്ഥാനത്തേക്ക് യജമാനൻ കൊണ്ടുവയ്ക്കും എന്ന് ആര് കരുതി? കൽപാത്രം കരുതിയിരിക്കാം. യേശുദമ്പുരാൻ തന്നെ പറയുന്നുണ്ടല്ലോ, കുശവൻ ചില പാത്രങ്ങൾ മാനത്തിനും ചിലവ അപമാനത്തിനുമായ സൃഷ്ടിക്കുന്നത്. ഒരിക്കലും ഈ മൺപാത്രത്തിന് ഒരവകാശവുമില്ല എവിടെ ഇരിക്കണമെന്ന് പറയാൻ. ആരാ തീരുമാനിക്കുക? യജമാനനാണ് തീരുമാനിക്കുക, ഇല്ലേ? ചില ആളുകളെ കണ്ടിട്ടില്ലേ? ലോകത്തിൽ ചില ആളുകളെ കണ്ടിട്ടില്ലേ? അനേകം ആളുകൾ അവരുടെ ഉപയോഗത്തിന് വേണ്ടി അവരെയൊക്കെ ഉപയോഗിക്കും, പക്ഷേ ഒരു നല്ല വാക്ക് പോലും പറയുവാനായിട്ട് തിരിഞ്ഞു നിൽക്കാറില്ല. അവര് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനസമൂഹം. സമൂഹത്തിന്റെ താഴെ തൊടിയിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ നിന്ദിക്കപ്പെട്ടവരായി ഉപജീവന മാർഗം നിഷേധിക്കപ്പെട്ട് അധ്വാനത്തിന് വേണ്ടുന്നതായ വരുമാനം ലഭിക്കാതെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു വിഭാഗം ജനത. അവരെയൊക്കെ ഉദ്ധരിക്കുവാനാ ക്രിസ്തീയ സമൂഹങ്ങളൊക്കെ എന്നും എക്കാലത്തും പ്രവർത്തിച്ചിട്ടുള്ളത്, പ്രയത്നിച്ചിട്ടുള്ളത്. മാത്രമല്ല യേശുദമ്പുരാൻ എന്നും ഈ ദുഃഖിക്കുന്നവന്റെ പാർശ്വവൽക്കരിക്കപ്പെടുന്നവന്റെ കൂടെയായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, 3.5 വർഷത്തെ യേശുദമ്പുരാന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ അവനെന്നും നിന്നത് നിന്ദിക്കപ്പെട്ടവന്റെ കൂടെ, നിന്ദിക്കപ്പെട്ടവന്റെ കൂടെ, കളിയാക്കപ്പെട്ടവന്റെ കൂടെ, വേശ്യാവൃത്തി ചെയ്തവരുടെ കൂടെ, സങ്കടം കൊണ്ട് ഭാരപ്പെടുന്നവരുടെ കൂടെ, മനം തകർന്ന്
കരയുന്നവന്റെ കൂടെ, മരണത്തിൽ വേദനപ്പെട്ട് അലമുറയിടുന്നവന്റെ കൂടെ, ആരുമില്ലാതെ നിന്ന് ആ ജനത്തോടുകൂടെ ഇങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹം തള്ളിയ ആളുകളുടെ കൂടെയാണ് ആര് നിന്നത്? യേശു തമ്പുരാൻ നിന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കൽപാത്രം പാർശ്വവൽക്കരിക്കപ്പെട്ട ജനത്തിന്റെ പ്രതിനിധിയാണെന്ന്. മാത്രമല്ല, അനേകം ആളുകൾ അവനിൽ നിന്ന് കോരിയെടുത്തിട്ടും ആരും അവനെ ആ സ്ഥാനം ഒന്ന് മാറ്റിവെക്കുവാൻ കഴിയാത്ത വണ്ണം അത് ആയി പോവുകയാണ്. മൂന്നാമത്, ഈ കൽപാത്രം എന്ന് പറയുന്നത് ശുദ്ധിയില്ലാത്ത മനുഷ്യരുടെ പ്രതിനിധിയാണ്. ശുദ്ധിയില്ലാത്ത മനുഷ്യരുടെ പ്രതിനിധി. അതെന്താ അങ്ങനെ വന്നത്? കൽപാത്രത്തിന്റെ ജോലി തന്നെ ശുദ്ധീകരണത്തിനുള്ള വെള്ളം നിറയ്ക്കുക. പക്ഷെ ഈ കൽപാത്രങ്ങൾ ആരും വേണ്ടവണ്ണം ഒന്ന് ശുദ്ധീകരിക്കാറില്ല. പലപ്പോഴും വെള്ളം എടുക്കുന്ന വെള്ളം എടുത്ത് ഉപയോഗിക്കുമെങ്കിലും എടുത്ത സ്ഥലം നമ്മൾ അത്രമാത്രം പവിത്രമായി കരുതുമെന്ന് ചിന്തിക്കുവാനായിട്ട് വയ്യ. അതുകൊണ്ട് ചില അഴുക്കുകളൊക്കെ കൽപാത്രങ്ങളിൽ പറ്റിപ്പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭിത്തികളിൽ ചില പായലുകളൊക്കെ വന്നു പറ്റിയിട്ടുണ്ട്. ചില അഴുക്കുകളൊക്കെ വെള്ളത്തിൽ നിന്ന് അടിഞ്ഞുകൂടി അതിൽ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള മനുഷ്യന്റെ പ്രതിനിധിയാണ് ആര്? കൽപാത്രങ്ങൾ. കാരണം ഈ ലോക ജീവിതയാത്രയിൽ എല്ലാം തുറന്നു പറയാൻ കഴിയാത്ത സാഹചര്യത്തിൽ, പഴയ ജീവിതാനുഭവങ്ങളിൽ നിന്ന് മാറി നടക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ, ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ഒരു പൂമ്പാറ്റയെ പോലെ പരിപൂർണമായ രൂപാന്തരത്തിലേക്ക് വരുവാൻ സാധ്യമല്ലാത്ത വിധം പഴയ അഴുക്കുചാലിലൂടെ ആരും കാണാതെ കടന്നു പോകുന്ന മനുഷ്യന്റെ പ്രതിനിധിയാണ് ഈ കൽപാത്രങ്ങൾ. പ്രിയമുള്ളവരെ, ഈ കൽപാത്രങ്ങളിലേക്കാണ് എന്ത് കോരി നിറയ്ക്കേണ്ടുന്നത്? വെള്ളം കോരി നിറയ്ക്കേണ്ടുന്നത്. യേശു തമ്പുരാൻ പറഞ്ഞു, ഈ കൽപാത്രങ്ങളിൽ വെള്ളം കോരി നിറയ്ക്കണം. നിറയ്ക്കുമ്പോൾ എന്തോ മാറ്റം അവിടെ സംഭവിക്കുന്നു. താഴേക്ക് വരുമ്പോൾ പറയുന്നത്, അവർ വക്കോളം കോരി നിറച്ചു. യേശു തമ്പുരാൻ കൽപ്പിക്കുന്നു, കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുക്കുക. വിരുന്നുവാഴി രുചിച്ചു നോക്കിയിട്ട് പറയുന്നു, ഇത് ഒന്നാം തരം. അതിനിടയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചോ? യേശു തമ്പുരാൻ കൈകൊണ്ട് എന്തെങ്കിലും ആക്ഷൻ ഇല്ല. വടി കൊണ്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ ഇല്ലേ? മജീഷ്യന്മാർ കാണിക്കുന്നത് പോലെ വടിയെടുത്ത് ഒരു കറക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. വെള്ളം കോരി നിറയ്ക്കുക. വെള്ളം കോരി നിറച്ചപ്പോഴത്തേക്കും അതിന് രൂപാന്തരം സംഭവിച്ചു. അങ്ങനെ സംഭവിക്കുന്നെങ്കിൽ പ്രിയമുള്ളവരെ, ഈ കോരി നിറച്ച വെള്ളത്തിന്റെ പ്രത്യേകതയാണ് അല്പസമയം ചിന്തിക്കുവാനായിട്ട് ഇടയാകുന്നത്. ഞാനും നിങ്ങളും ഇത്തരത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട കൽപാത്രങ്ങളാണെങ്കിൽ, ജനത്തിന്റെ പ്രതിനിധികളായി കൽപാത്രങ്ങളായി ഞാനും നിങ്ങളും ഇരിക്കുന്നെങ്കിൽ, ആരും ശ്രദ്ധിക്കപ്പെടാതെ ശുദ്ധീകരണത്തിന്റെ അനുഭവം പരിപൂർണമായി വരാത്ത ഒരവസ്ഥയിലേക്ക് ഞാൻ നിങ്ങളും ഇരിക്കുന്നെങ്കിൽ, കൽപാത്രങ്ങളുടെ അവസ്ഥയിൽ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് ഉയർത്തപ്പെടാതെ കണക്കുകൂട്ടലുകൾ തെറ്റിയ മനുഷ്യനായി തീരുന്നെങ്കിൽ, യേശു തമ്പുരാൻ പറയുന്നു, ഈ വെള്ളം കോരി നിറയ്ക്കണം. ആ വെള്ളത്തിന്റെ പ്രത്യേകത ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുകയാണ്. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവജനമേ, ഈ ദേവാലയം വിട്ടു പോകുമ്പോൾ ഈ വെള്ളം എവിടെ നിറയ്ക്കണം? ഈ കൽപാത്രങ്ങളിൽ നിറഞ്ഞിരിക്കണം. എവിടെ വരെ നിറഞ്ഞിരിക്കണം? വക്കുവരെ നിറഞ്ഞിരിക്കണം. കാരണം ഈ കൽപാത്രങ്ങളിൽ പല ദിവസങ്ങളിലും വെള്ളം നിറഞ്ഞിട്ടുണ്ട്, പക്ഷേ വക്കോളം എത്തിയിട്ടുണ്ടാകില്ല. വക്കോളം എത്തുമ്പോഴാണ് അവിടെ രൂപാന്തരം സംഭവിക്കുന്നത്. ഒന്നാമത്, യേശു തമ്പുരാൻ വെള്ളം കോരി നിറയ്ക്കാനായിട്ട് പറയുമ്പോൾ ഒന്നാമത് ഈ വെള്ളത്തിന്റെ പ്രത്യേകത, ഈ വെള്ളം ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന വെള്ളം കൽപാത്രങ്ങളിലേക്ക് കോരി നിറയ്ക്കണം. അപ്പോൾ ഒരു രൂപാന്തരം സംഭവിക്കും. ഈ വെള്ളത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത, ഈ വെള്ളത്തിൽ എന്തുണ്ട്? ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന വെള്ളമായിരിക്കണം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാമത്തെ വാക്യം എടുത്തോ. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ഭൂമി ഉണ്ടാക്കുന്ന ഒരു കഥ പറയുന്നു. ഭൂമിയെ സൃഷ്ടിക്കുന്ന കഥ പറയുമ്പോൾ അവിടെ വെള്ളമുണ്ട്, ആഴമുണ്ട്, ആഴത്തിന്മീതെ വെള്ളമുണ്ട്, വെള്ളത്തിന്റെ മുകളിൽ ദൈവത്തിന്റെ ആത്മാവ് വസിച്ചുകൊണ്ടേയിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വസിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഈ കൽപാത്രങ്ങളിലേക്കൊന്ന് നിറയ്ക്കുന്നെങ്കിൽ നിന്റെ കണക്കൂടലുകൾ തെറ്റിയതെല്ലാം മാറുവാൻ തക്കവണ്ണം ഒരു പുതിയ അനുഭവത്തിലേക്ക് വന്നു ചേരും. നിന്റെ കണക്കൂട്ടലുകൾ തെറ്റിയതെല്ലാം മാറുവാൻ തക്കവണ്ണം ഈ വെള്ളം വീഞ്ഞായി രൂപാന്തരപ്പെടും. വീഞ്ഞായി രൂപാന്തരപ്പെട്ടാൽ നിന്റെ സ്ഥാനം എവിടേക്ക് മാറുമെന്നറിയാമോ? ഈ കിണറ്റിന്റെ കരയിൽ നിന്ന് കൽപാത്രത്തിന്റെ സ്ഥാനം മാറുന്നത് ഈ കലവറയിലേക്കാണ്. ഈ കിണറ്റിന്റെ കരയിൽ നിന്ന് ആരും ശ്രദ്ധിക്കാത്ത സാഹചര്യത്തിൽ നിന്ന് എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു ജീവ സാഹചര്യത്തിലേക്ക് മാറ്റപ്പെടും. എന്തെന്നറിഞ്ഞാൽ
ദൈവത്തിന്റെ ആത്മാവ് നിറയണമെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് ഈ വെള്ളത്തിന്മീതെ വസിച്ചിരുന്നു. ആ വെള്ളം കൊണ്ട് എന്നെയും നിങ്ങളെയും നിറയ്ക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഒരു പുതിയ രൂപാന്തരത്തിന്റെ അനുഭവം ഉണ്ടാവുകയാണ്. ഇത് പരിശുദ്ധമായ മാമോദീസായിൽ, ആ പരിശുദ്ധമായ മാമോദീസായുടെ അനുഭവത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് നിറഞ്ഞ് മനുഷ്യൻ വീണ്ടും ദൈവത്തിന്റെ ആത്മാവിന്റെ കുറവുകൾ സംഭവിച്ചതുകൊണ്ട് രൂപാന്തരം സംഭവിക്കാതെ പഴയ ജീവിതാനുഭവങ്ങളിലേക്ക് കടന്നു പോകുന്നെങ്കിൽ ഒന്ന് നിറയ്ക്കണം. എന്ത് കോരി നിറയ്ക്കണം? ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന വെള്ളം കോരി നിറയ്ക്കണം. മാമോദീസ മുക്കുമ്പോ പറയുന്ന വാചകം ഇതാണ്: ഇനി ഇത് പിശാചുക്കളുടെ അധിവാസ സ്ഥലമല്ല, പിന്നെയോ ദൈവത്തിന്റെ മന്ദിരമാകുന്നു എന്നാണ്. ദൈവത്തിന്റെ മന്ദിരമാകുന്നു എന്നാണ്. ദേവാലയം കുദാശ ചെയ്യുമ്പോഴും അതേ വാചകം തന്നെയാ പറഞ്ഞത്. ഇനി ഇത് പിശാചുക്കളുടെ സ്ഥലമല്ല, പിന്നെയോ ദൈവത്തിന്റെ മന്ദിരമാകുന്നു. മനുഷ്യനെ മാമോദീസ മുക്കുമ്പോഴും അതേ വാചകം തന്നെയാ കർമ്മികൻ ഇവിടെ നിന്ന് പറയുന്നത്. ഇനി ഇത് പിശാചുക്കളുടെ അധിവാസ സ്ഥലമല്ല, പിന്നെ ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവത്തിന്റെ മന്ദിരത്തിൽ എന്തുണ്ടാകണം? ഈ ദൈവാത്മാവ് നിറഞ്ഞ വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കപ്പെടുന്ന, രൂപാന്തരപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക്, വക്കുവോളം നിറയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ നിങ്ങളുമായി തീരണം. പ്രിയമുള്ളവരെ, അവിടെ പുതിയ ജീവിത അനുഭവങ്ങളിലേക്ക് ഞാൻ നിങ്ങളും പോവുകയാണ്. പുതിയ അവസ്ഥയിലേക്ക് മാറ്റപ്പെടുകയാണ്. പുതിയ സ്ഥാനമാറ്റങ്ങൾ അവിടെ സംഭവിക്കുകയാണ്. അകലെയായിരുന്നവൻ അടുത്തേക്ക് വരുന്ന ജീവിത സാഹചര്യങ്ങളിൽ ദൈവസന്നിധിയിൽ കൂടുതൽ അടുത്തു വരുവാൻ തക്കവണ്ണം ഇടയാകുന്ന സാഹചര്യത്തിലേക്ക് വരികയാണ്. കാരണം ദൈവം പറയുന്നത് താൻ എല്ലാവരെയും സ്വീകരിക്കുവാൻ തയ്യാറാണെന്നാണ്. ആരെയും കളയുവാനോ തള്ളുവാനോ ദൈവത്തിന് ഇഷ്ടമില്ല. അതുകൊണ്ടാ യേശുദമ്പുരാൻ പറഞ്ഞത് 99 അന്വേഷിച്ചല്ല, പിന്നെയോ ഞാൻ ആ കാണാതെ പോയ ഒന്നിനു വേണ്ടിയാണ്. അതാണ് പ്രധാനം. ആ കാണാതെ പോയ ഒന്നിനെ അന്വേഷിച്ച് ഞാൻ ഇറങ്ങുകയാണ്. പലപ്പോഴും എന്റെയും നിങ്ങളുടെയും പ്രശ്നം എന്താണെന്നറിയാമോ? ഈ യേശുദമ്പുരാനെ കാണുവാനോ ഈ വെള്ളം കോരി നിറയ്ക്കുവാനോ കൽപാത്രങ്ങളായി യേശുവിന്റെ മുമ്പിൽ ഒന്ന് നിന്നു കൊടുക്കുവാനോ സാധ്യമല്ലാതെ വരുന്നത് പലപ്പോഴും നമ്മൾ നിൽക്കുന്നത് ഏത് കൂട്ടത്തിലാണ്? 99ന്റെ കൂട്ടത്തിലാണ്. 99ന്റെ കൂട്ടത്തിൽ നിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. തമ്പുരാൻ ഇറങ്ങിയത് ആരെ അന്വേഷിച്ച്? കാണാതെ പോയ ഒന്നിനെ അന്വേഷിച്ച്. ഈ കാണാതെ പോയ ഒന്നായി തീരുവാതൊക്കെ വേണം ഒന്ന് നിന്നു കൊടുക്കുമെങ്കിൽ എനിക്കും നിങ്ങൾക്കും ഒരു പുതിയ അവസ്ഥയിലേക്ക് മാറുവാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് നിറയണം. എവിടെയൊക്കെ നിറയണമെന്നറിയാമോ? നിന്റെ കുടുംബം ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് നിറയണം. ഞാൻ ആമുഖത്തിൽ പറഞ്ഞല്ലോ, ഭവനം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കാനുള്ള സ്ഥലമാ, വിശുദ്ധിയുടെ സ്ഥലമാ. ഇപ്പൊ പുതിയ വീടൊക്കെ വയ്ക്കുമ്പോ, വീട്ടിലുള്ളവര് പുതിയ വീടിന്റെ പ്ലാൻ വരയ്ക്കുമ്പോ ആളുകൾ പറയുന്ന 2 കാര്യങ്ങൾ ഇതാണ്. വീടിനുള്ളിൽ 2 കാര്യങ്ങൾ വേണം. ഏതൊക്കെ വേണമെന്നറിയാമോ? അടുക്കള, അതുണ്ട്. ഒരു പ്രാർത്ഥനാമുറി ഉണ്ടാകണം, പിന്നെ ഒരു ബാറും വേണം. ഒരു പ്രാർത്ഥനാമുറിയും വീട്ടിൽ വേണം, പിന്നെ ഒരു ബാറും വേണം. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് 2ഉം എവിടെ പാടില്ല? വീട്ടിൽ പാടില്ല. വീട്ടിൽ ബാറേ വേണ്ട. കാരണം വീട് എന്തല്ല ബാറല്ല. വീട് ബാറല്ല. അതുകൊണ്ട് വീടിനകത്ത് ബാറ് വേണ്ട. പ്രാർത്ഥനാമുറിയും വേണോ? വേണ്ട. പ്രാർത്ഥനാമുറിയും വേണ്ട എന്ന് പറയാനുള്ള കാരണം ഇതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇവിടെ ഇരിക്കുന്ന മുതിർന്ന ആളുകൾ, പ്രായമുള്ള ആളുകൾ, ഇപ്പൊ പുതിയ ന്യൂ ജനറേഷൻ വെക്കുന്ന വീടുകളൊന്നുമല്ല. പഴയ വീടുകളിൽ എത്ര മുറി ഉണ്ടായിരുന്നു? 1 2 മുറി. ഇന്ന് കാണുന്ന 10 മുറിയും 10 അറ്റാച്ച് ബാത്റൂമും ഒന്നും ഒരു കാലത്തും ഇല്ല. അത് അടുത്ത കാലത്തുണ്ടായതാ, അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയപ്പെടുന്നതാ. പണ്ടത്തെ വീട്ടിൽ ഉള്ളത് 1 2 മുറി. പ്രധാന മുറി അപ്പനും അമ്മയും ഒക്കെ ഉപയോഗിക്കും. പിന്നെ വരുന്നവരും പോകുന്നവരും ഗസ്റ്റും എല്ലാം കിടക്കുന്നത് ഒറ്റ മുറി ഹാളിലാണ്. അവിടെയാണ് കഴിക്കുന്നത്, അവിടെയാണ് കാര്യം പറയുന്നത്, അവിടെയാണ് സന്തോഷം പങ്കുവെക്കുന്നത്, അവിടെയാണ് ദുഃഖം പങ്കുവെക്കുന്നത്, കുഞ്ഞുങ്ങൾ കളിക്കുന്നത് എല്ലാം അവിടെയാണ്. അവിടെ തന്നെയാണ് സന്ധ്യയ്ക്ക് പായിട്ട് പാട്ടുപാടി പ്രാർത്ഥിച്ചത് അല്ലേ? എന്തെങ്കിലും കുറവ് വന്നോ? പ്രിയമുള്ളവരെ, പഴയ തലമുറ അത്ര അറിവില്ലാത്ത സമൂഹമൊന്നുമല്ല. അവർക്ക് അറിയാം, നീ നിൽക്കുന്നിടം തന്നെയാണ് നിനക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ആ സ്ഥലം എങ്ങനെ ഉപയോഗിച്ചോണം? പ്രാർത്ഥനയ്ക്ക് ഉതകും വിധം വിശുദ്ധമായിട്ട് ഉപയോഗിക്കണം. പ്രാർത്ഥനാമുറി വെക്കാൻ തുടങ്ങിയത് മറ്റു സ്ഥലത്ത് തോന്നിയതുപോലെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോഴാ പ്രാർത്ഥനാമുറി വെച്ച് അവിടേക്ക് തമ്പുരാനെ അകത്തേക്ക് കയറ്റിയാൽ ഇപ്പുറത്തെ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നടത്താമെന്ന് വിചാരിച്ച അത് വേണ്ട. കാശുണ്ടെങ്കിൽ പണിതോ, കുഴപ്പമില്ല. പക്ഷേ അതിന്റെ ലോജിക്ക് ഇതാണ്.
നിനക്ക് പ്രാർത്ഥനാ മുറിയിലേക്ക് കയറ്റിവെക്കാനുള്ളതല്ല നിന്റെ തമ്പുരാനെ. നിന്റെ വീടിനകത്ത് മുഴുവനും പഴയ തലമുറ ഇന്ന് തീപ്പെട്ടിയൊക്കെ അധികമുണ്ട്, ഗ്യാസ് ഉണ്ട്. മറ്റേ തലമുറയ്ക്ക് തീപ്പെട്ടിയും തീയും ഇല്ലാത്ത കാലത്ത് വൈകുന്നേരവും രാവിലെയും നിലവിളക്ക് കത്തിച്ചിരുന്നത് എവിടുത്തെ തീ കൊണ്ടാണെന്നറിയാമോ? അടുപ്പിലെ തീ കൊണ്ടാണ് ഈ നിലവിളക്ക് കത്തിക്കുന്നത്. അതുകൊണ്ടാ നമ്മൾ അടുപ്പ് കല്ല് കത്തിക്കുമ്പോ, പുതിയ വീട് വെച്ച് പാല് കാച്ചുമ്പോ എവിടുന്ന് തീയെടുത്താ ഈ അടുപ്പിലേക്ക് വെക്കുന്നത്? പ്രാർത്ഥിക്കാൻ ഉപയോഗിച്ച വിളക്കിലെ അതേ തിരിയെടുത്ത് ഈ അടുപ്പിലേക്ക് വെക്കുക. ഇതെല്ലാം വിശുദ്ധമാണ്, ഇതൊന്നിച്ച് നിൽക്കുന്നതാണ്, ഒന്നും മാറ്റി നിർത്താനായിട്ട് സാധ്യമാകുന്നതല്ല. അവിടെ പ്രാർത്ഥനയുടെ അനുഭവങ്ങൾ വീട്ടിൽ നിന്ന് ഉയരുമ്പോൾ അവിടെ ഒക്കെ അനുഗ്രഹിക്കപ്പെടും. പ്രാർത്ഥനയുടെ മരമരങ്ങൾ ഭവനങ്ങളിൽ നിന്ന് ഉയരുമ്പോൾ ആ ഭവനം എന്തുകൊണ്ട് നിറയും? പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് നിറയും. അതിന് രൂപാന്തരം സംഭവിക്കും. പഴയ തലമുറ നന്നായി പ്രാർത്ഥിച്ചിരുന്നു, നന്നായി ഭക്ഷണം കഴിച്ചിരുന്നു, നന്നായി അധ്വാനിച്ചിരുന്നു, അല്ലേ? നന്നായി അധ്വാനിക്കും, രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിക്കും, നന്നായി ഭക്ഷണം കഴിക്കും. ഒരു നേരമേ കാണുകയുള്ളൂ, ആ നേരത്ത് നന്നായി ഭക്ഷണം കഴിക്കും, നന്നായി പ്രാർത്ഥിക്കുകയും ചെയ്യും. പുതിയ തലമുറയുടെ അവസ്ഥ എന്താണെന്നറിയാമോ? രാവിലെ 4:30 മണിക്ക്, പഴയ തലമുറയിലുള്ളവരൊക്കെ 4:30 മണിക്ക് കോഴി കൂവുന്നതാണ് സമയം. 4:30 മണി അലാറം ഒന്നുമില്ല, കോഴി എപ്പോ കൂവുന്നു അതാണ് രാവിലെ. രാവിലെ എഴുന്നേറ്റാൽ എന്ത് ചെയ്യും? വീട്ടിൽ രാവിലെ അമ്മച്ചിക്കൊക്കെ അറിയാം, ചട്ടയും മുണ്ടും ഒക്കെ ഇട്ടിരിക്കുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ചില വേഷമാണ് ചട്ടയും മുണ്ടും. ഇനിയില്ല, ഈ 4-5 പേര് പോയാൽ ഇനിയൊരു തലമുറ പുതിയ സ്ത്രീകൾ പ്രത്യേകിച്ച് അവരൊന്ന് പഠിച്ചു വെച്ചാൽ ഏതെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ ഇതൊന്ന് ഒരു ഫാൻസി ഡ്രസ്സ് പോലെയെങ്കിലും ഒന്ന് എടുത്തുകൊണ്ട് ഇറങ്ങാം. ഇല്ലെങ്കിൽ ഇത് കാണാനില്ല, കഴിഞ്ഞു. പുതിയ ഷോട്ടും ഡബിൾ ഷോട്ടും മിഡിൽ ഷോട്ടും ഒക്കെ ഇട്ടുകൊണ്ടാ ഇപ്പൊ ഇറക്കം. പള്ളി വരുന്നതും ഇപ്പൊ ഏതാണ്ടൊക്കെ അങ്ങനെ. ഇനി അങ്ങോട്ട് പോകുമ്പോൾ എന്തൊക്കെ ആവുമോ എന്ന് അറിയാൻ പാടില്ല. എന്തായാലും രാവിലെ എഴുന്നേറ്റാൽ എന്ത് ചെയ്യും? വീട്ടിൽ പാട്ടുപാടി. ഇത് പണ്ടത്തെ കാര്യം, ഇത് പണ്ടത്തെ കാര്യം. ഇപ്പൊ രാവിലെ എഴുന്നേറ്റാൽ എന്തോ ചെയ്യും? മൊബൈൽ കളിക്കും. മൊബൈൽ ചാർജ് ഉണ്ടോ നോക്കും. അമ്മച്ചി പറഞ്ഞത് ശരിയാ, രാവിലെ എഴുന്നേറ്റാൽ മൊബൈൽ ചാർജ് ഉണ്ടോ നോക്കും. അങ്ങനെയല്ലേ? രാവിലെ എഴുന്നേറ്റാൽ, ഇപ്പോഴത്തെ അവസ്ഥയിൽ രാവിലെ എഴുന്നേറ്റാൽ ഒരു ചെറിയ കുറുവടിയും എടുത്ത് ഈ അപ്പനും അമ്മയും ഒക്കെ കയ്യും വീശി റോഡിലൂടെ ഇങ്ങനെ പോകുന്ന കാണാം. രാവിലെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ പോകുന്ന കാണാം. തലേ ദിവസം ഏതോ സാധനം കളഞ്ഞു പോയത് നോക്കാൻ പോകുന്ന ഭാവത്തിൽ ധൃതിയിലാണ് പോകുന്നത്. എന്തിനാ പോന്നേ? നെയ്യൊരുക്കാൻ. രാവിലെ 5 മണിക്ക് നെയ്യൊരുക്കാനായിട്ട് പോവുകയാ. പട്ടിയെ പേടിച്ച കുറുവടി വെച്ചിരിക്കുന്നത്. വളരെ സ്പീഡിൽ ഇങ്ങനെ പോകുന്നത് കാണാം. കാരണം വീട്ടിൽ കുമ്പിടാനായിട്ടില്ല, നോമ്പില്ല, ഇറച്ചിയും മീനും കൂട്ടി ഇതെല്ലാം ശരീരത്തിൽ അടിഞ്ഞുകൂടി ഇനിയും എവിടെങ്കിലും ഒക്കെ ഇതൊന്ന് ഒരുക്കി കളയണം. ഇതവസ്ഥ. പഴയ തലമുറ രാവിലെ എഴുന്നേറ്റ് പാട്ടുപാടും, പ്രാർത്ഥിക്കും. അപ്പൻ 10 റാത്തിൽ ഭാരമുള്ള കൂന്താലയും എടുത്ത് തോളിൽ വെച്ച് കൃഷിയിടത്തിലേക്ക് ഇറങ്ങും. അമ്മ വല്ലംകൊട്ടയുമായി പുറകെ പോകും. വല്ലംകൊട്ട കണ്ടിട്ടുണ്ടോ? ഇവിടുത്തെ പുതിയ തലമുറയൊന്നും വല്ലംകൊട്ട കണ്ടിട്ടില്ല. അവരമ്മയുടെ കയ്യിൽ വേറൊരു സാധനം കണ്ടിട്ടുണ്ട്. എന്നാ കണ്ടിട്ടുള്ളത്? അമ്മയുടെ കയ്യിൽ വാനിറ്റി ബാഗ്. അമ്മയുടെ കക്ഷത്തിൽ ചേർത്ത് പിടിച്ച് അമ്മ എവിടെ പോയാലും കൂടെ കൊണ്ടു നടക്കും. 85 വയസ്സുള്ള അമ്മച്ചിയുടെ കയ്യിലും എന്തോന്നുണ്ട്? കക്ഷത്തിൽ ഒരു വാനിറ്റി ബാഗ് ഉണ്ട്. കണ്ടാൽ തോന്നും ജനിച്ചപ്പോഴേ ഇത് കൂടെ വന്നിട്ടുള്ളതാണ്. അതിനകത്ത് പള്ളി വന്നാലും ഇതുണ്ട്. പക്ഷേ അതിനകത്തൊരു വേദപുസ്തകമില്ല, ഒരു പാട്ടുപുസ്തകമില്ല, ഒരു കുർബാനക്രമമില്ല. വേറെ ഏതാണ്ടൊക്കെ വെച്ചോണ്ട് ഇത് കയ്യിൽ ഇരുന്നെങ്കിലേ ഒരു സമാധാനമുള്ളൂ. പഴയ അമ്മമാരുടെ അവസ്ഥ അതല്ല. അവർ വല്ലംകൊട്ടയുമായിട്ട് പോകും. ഭക്ഷണത്തിന് വരുമ്പോ ആര് ഭക്ഷണം കഴിക്കും? ആദ്യം ആരാ? അപ്പച്ചനാ ഭക്ഷണം കഴിക്കുക. പപ്പ അല്ല, ഡാഡിയുമല്ല, അപ്പച്ചനാണ് ഭക്ഷണം കഴിക്കുക. അപ്പച്ചൻ ഭക്ഷണം കഴിക്കുമ്പോൾ ആരും കൂടെ ഇരുന്ന് കഴിക്കാറില്ല, അമ്മയും കഴിക്കാറില്ല. പുതിയ തലമുറയിലാണ് അപ്പന്റെ കൂടെ ഇരുന്ന് എന്തും കഴിക്കാമെന്ന് വന്നത്. അപ്പന്റെ കൂടെ ഇരുന്ന് എന്തും കഴിക്കാമെന്ന് വന്നത് പുതിയ തലമുറയുടെ അനുകരണീയമല്ലാത്ത ശീലമാണ്. അപ്പൻ കഴിച്ചെഴുന്നേറ്റാലേ മക്കളും ഒക്കെ കഴിക്കൂ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, വൈകുന്നേരം കുളി കഴിഞ്ഞ് ഈ അപ്പം വന്നാൽ അവിടെ പാട്ടുപാടി മനോവേദന പല ശോധന മമ ജീവിത പാതയാതിൽ മനോവേദന പല മാറാതേറിടുമ്പോൾ ആത്മ ഭാരവും പ്രയാസം വരുമ്പോ പ്രിയ മക്കളെ
ഞാൻ യേശുവിന്റെ മാറിലേക്ക് ചാരി ആശ്വസിച്ചതുപോലെ നിങ്ങളും ഒന്ന് ചാരി ആശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കണക്കൂട്ടലുകൾ മുഴുവനും ശരിയായി തീരും. ഇതൊരു തലമുറ അടുത്ത തലമുറയെ പഠിപ്പിച്ച സത്യമാണ്. എപ്പോഴാണോ നിന്റെ കണക്കൂട്ടലുകൾ തെറ്റിപ്പോകുന്നത് അപ്പോൾ അവന്റെ മാർവിലേക്ക് അങ്ങ് ചാരി കൊടുക്കണം, മാർവിലേക്ക് ചാരി കൊടുക്കണം. പക്ഷെ ഇന്ന് നമുക്ക് ചാരാനായിട്ട് അവിടെ എവിടെയൊക്കെ വെച്ചേക്കുന്ന പല മാർവും കാണുമ്പോൾ നമ്മൾ അവിടേക്കാ ചാരാനായിട്ട് പോകുന്നത്. എവിടെ ചാരിയാലാ നമുക്കൊന്ന് സുഖം ലഭിക്കുക, എവിടെ ഒന്ന് തല ചായ്ച്ചാലാണ് നമുക്ക് ആശ്വാസം ലഭിക്കുക, ഓടുക. പ്രിയമുള്ളവരെ, വക്കോളം ഈ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ജീവന്റെ ജലം ഒന്ന് കോരി നിറയ്ക്കുവാനായിട്ട് ഈ മധ്യാഹ്നത്തിൽ നമുക്ക് സാധ്യമാകണം. രണ്ടാമത് പറയുന്നു, ഈ കൽപാത്രങ്ങളിലേക്ക് വെള്ളം കോരി നിറയ്ക്കുമ്പോൾ ഈ നിറയ്ക്കുന്ന വെള്ളത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത, ഈ വെള്ളം ജീവൻ നൽകുന്ന വെള്ളം ഈ കൽപാത്രങ്ങളിലേക്ക് നിറച്ചാൽ കൽപാത്രങ്ങളിലെ വെള്ളത്തിന് രൂപാന്തരം സംഭവിക്കും. ഇതാ നിന്റെ കണക്കൂട്ടലുകൾ അപ്പാട് തെറ്റിപ്പോയെങ്കിൽ, നിനക്ക് പ്രയാസങ്ങളും അപമാനവും വരുത്തുന്ന ജീവിത സാഹചര്യം നിനക്ക് വന്നു ചേരുന്നെങ്കിൽ നീ കൽപാത്രങ്ങളിൽ എന്ത് നിറയ്ക്കണം? ജീവൻ നൽകുന്ന ജീവജലം കൽപാത്രങ്ങളിലേക്ക് കോരി നിറയ്ക്കണം. യോഹന്നാന്റെ സുവിശേഷം നാലാമത്തെ അധ്യായത്തിൽ ശമരിയക്കാരി സ്ത്രീ നട്ടുച്ച നേരത്ത് നിന്ന് യേശുവിനോട് സംസാരിക്കുന്ന ഒരു സംഭവമുണ്ട്. വളരെ ദീർഘമായ സംഭാഷണം. ശമരിയക്കാരി സ്ത്രീ യഹൂദനായ മനുഷ്യനോട് സംസാരിക്കുകയാണ്. സംഭാഷണത്തിന്റെ തുടക്കത്തിൽ വെള്ളം ചോദിക്കുന്ന യേശുവിനോട് പറയുന്നു, ഞാൻ ശമരിയക്കാരിയായിരിക്കെ നീ എന്നോട് എങ്ങനെയാ വെള്ളം ചോദിക്കുന്നത്? തരുവാനായിട്ട് സാധ്യമല്ല, തന്നെയല്ല നിന്റെ കയ്യിൽ കോരുവാനായിട്ട് മാത്രമില്ല. ഇതൊക്കെ പറയുന്നെങ്കിലും ഈ സ്ത്രീയുടെ അവസ്ഥ ഒന്ന് അറിയണം. അവൾ എന്തുകൊണ്ടാ നട്ടുച്ച നേരത്ത് വന്ന് വെള്ളം കോരിയത്? എന്തുകൊണ്ടാ? വെള്ളം തീർന്നു പോയി അതുകൊണ്ടാണ്? അല്ല, നല്ല നേരത്ത് വെള്ളം കോരാനുള്ള അനുവാദം അവർക്കില്ല. കാരണം അവളുടെ കയ്യിലിരിപ്പതാണ്. അത് താഴെ പറയുന്നുണ്ട്, നിനക്ക് ഞാൻ വെള്ളം തരാം, നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരണം. സ്ത്രീ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. തമ്പുരാൻ എന്നാ പറഞ്ഞത്? നിനക്ക് ഭർത്താവില്ലെന്ന് പറഞ്ഞത് ശരിയാണ്. കാരണം 5 പേര് നിനക്കുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല. കാരണം ഇത് വിളിച്ചോതുന്നത് അവളുടെ ജീവിത സംസ്കാരമാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാരും നല്ല ഇറങ്ങി നടക്കുന്ന സമയത്ത് ഇറങ്ങി നടക്കാൻ ആർക്ക് അനുവാദമില്ല? ഈ സ്ത്രീക്ക് അനുവാദമില്ല. അതുകൊണ്ടാണ് നട്ടുച്ച നേരത്ത് വെള്ളം കോരാനായിട്ട് അവൾ അവിടേക്ക് വന്നത്. കാരണം രാവിലെയോ വൈകുന്നേരമോ മറ്റാളുകളൊക്കെ കൂടുമ്പോൾ അവൾക്കെതിരെ വരുന്നത് പലതും കുത്തുവാക്കുകളാണ്. വളരെ മോശക്കാരിയായിട്ടാണ് അവളെ കാണുന്നത്. മറ്റുള്ളവരുടെ കൂട്ടത്തിൽ എങ്ങും പോകാനായിട്ട് അവൾക്ക് താല്പര്യമില്ല, മറ്റുള്ളവർക്കും താല്പര്യമില്ല. അവളോടാണ് ആര് കാര്യം പറയുക? യേശു കാര്യം പറയുക. ഒരുപക്ഷെ ചില ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാകും. കാരണം ഇവളുടെ അടുക്കൽ അങ്ങനെ ഒരുമാതിരി നല്ല ആളുകളൊന്നും വന്ന് കാര്യം പറയുന്ന പതിവില്ല. അത് നട്ടുച്ച നേരത്ത് ഈ സ്ത്രീയുടെ അടുക്കൽ കാര്യം പറയുന്നത് ആര്? സാക്ഷാൽ തമ്പുരാൻ കാര്യം പറഞ്ഞു തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ 4-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിൽ യേശു തമ്പുരാൻ പറയുന്നുണ്ട്. എന്താ പറയുന്നേ? എനിക്ക് ദാഹിക്കാതെയും ഞാൻ കോരുവാൻ ഇവിടത്തോളം വരാതിരിക്കുകയും ആകേണ്ടതിന് നിന്റെ കയ്യിലുള്ള വെള്ളം എനിക്ക് തരണം. കാരണം യേശു തമ്പുരാൻ പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ ആരെന്ന് നീ അറിഞ്ഞെങ്കിൽ നിനക്ക് ഞാൻ ജീവന്റെ ജലം തരുമായിരുന്നു. എന്റെ കയ്യിലുള്ള വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല, വിശക്കുകയില്ല, അവൻ ഒരു നാളും മരിക്കുകയില്ല. അപ്പോഴാണ് സ്ത്രീ പറഞ്ഞത്, അങ്ങനെയെങ്കിൽ തമ്പുരാനെ, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രയാസം ഈ നട്ടുച്ച നേരത്ത് വന്ന വെള്ളം കോരുന്നതാണ്. അതുകൊണ്ട് നിന്റെ കയ്യിലുള്ള വെള്ളം എനിക്ക് തരണം. കാരണം എനിക്ക് ദാഹിക്കാതിരിക്കാൻ, വെള്ളം കോരാൻ ഇവിടെ വരെ വരാതിരിപ്പാൻ തക്കവണ്ണം നിന്റെ കയ്യിലുള്ള വെള്ളം എനിക്കൊന്നും തരണം. പ്രിയമുള്ളവരെ, ഞാൻ പറയും, ഇവള് കാര്യം പറഞ്ഞുകൊണ്ട് നിന്ന സമയത്തെല്ലാം ഇവൾ ആരായിരുന്നു എന്നറിയാമോ? വെറും കൽപാത്രമാണ്. യേശുവിനോട് നീ യഹൂദനാണെന്ന് പറഞ്ഞു തുടങ്ങി കാര്യം പറയുമ്പോഴെല്ലാം ഇതാ കല്യാണ വീട്ടിൽ കിണറിന്റെ കരയിൽ ഒഴിഞ്ഞിരുന്ന കൽപാത്രം പോലെ ഒഴിഞ്ഞു നിൽക്കുന്ന കൽപാത്രമാണ് ആര്? ഈ ശമരിയക്കാരി സ്ത്രീ. അവള് കാര്യം പറഞ്ഞ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും അവൾ ഒഴിഞ്ഞിരിക്കുന്ന സ്ത്രീയാണ്. ഇപ്പോഴാണ് അവള് പറയുന്നത്, യേശുവേ, ഒന്ന് കോരി നിറയ്ക്കണം. എവിടെ വരെ? വക്കോളം കോരി നിറയ്ക്കണം. നിനക്ക് കോരി നിറയ്ക്കപ്പെടുവാനായിട്ട് നിന്റെ ഉള്ളൊന്ന് വൃത്തിയാക്കണം. അതിനാ യേശു തമ്പുരാൻ പറഞ്ഞത്, ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല. കഴിഞ്ഞ കാലം മുഴുവനും എനിക്കറിയാം, നിന്റെ ജീവിതം മുഴുവനും എനിക്കറിയാം, പച്ചയായി ഞാൻ കാണുന്നതാണ്. എന്നാൽ നിന്റെ ജീവിതത്തെ ഒന്ന് കഴുകി വെടിപ്പാക്കി ശുദ്ധീകരിച്ച് ഞാൻ നൽകുന്ന വെള്ളം
നീ ഒന്ന് കോരി നിറയ്ക്കുന്നെങ്കിൽ നിനക്ക് ഇനി ഒരിക്കലും ദാഹിക്കേണ്ടി വരികയില്ല. അതുകൊണ്ടാ പ്രിയമുള്ളവരെ, ഇത് തന്നെയാണ് യേശു തമ്പുരാൻ സഹീയോൻ മാളികയിൽ നിന്നുകൊണ്ട് തന്റെ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് വിശുദ്ധ കുർബാന ആരംഭിക്കുമ്പോൾ യേശു തമ്പുരാൻ അപ്പം കയ്യിലെടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ ശിഷ്യന്മാർ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് എന്റെ ശരീരം. വീഞ്ഞു വാഴ്ത്തി ശുദ്ധീകരിച്ച് പറഞ്ഞു, ഇത് എന്റെ രക്തം. പിന്നീട് തമ്പുരാൻ പറയുന്നു, ഇത് ഭക്ഷിക്കുന്നവന്, ഇത് കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല, ഇത് ഭക്ഷിക്കുന്നവന് ഒരു നാളും വിശക്കുകയില്ല, എന്നെ ഭക്ഷിക്കുന്നവന് ഒരു നാളും മരിക്കുകയില്ല, മരിച്ചാലും ഞാൻ അവന് ജീവിക്കും. ഈ വെള്ളമാ ഇപ്പോ ആരുടെ ഉള്ളിലേക്ക് നിറയ്ക്കാൻ തുടങ്ങുന്നത്? ശമരിയാക്കാരി സ്ത്രീ എന്ന് പറയുന്ന ഈ കൽപാത്രത്തിന്റെ ഉള്ളിലേക്ക് നിറയ്ക്കുന്നത്. ദാ യേശു തമ്പുരാൻ കോരി നിറച്ചു. നിറഞ്ഞു എന്നറിയുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? ഇവളിലേക്ക് ഈ ദൈവത്തിന്റെ ജീവന്റെ ജലം നിറഞ്ഞ് പുതിയ വീഞ്ഞായി രൂപാന്തരപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? ഇങ്ങനെ നിറഞ്ഞു കഴിയുമ്പോൾ, വീഞ്ഞായി രൂപാന്തരപ്പെടുമ്പോൾ ഇവൾ ഓടി തന്റെ ജനത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുകയാ. ഇന്ന് വരെ ഒരു വീടിന്റെ വാതിൽക്കലും ഉച്ചനേരത്തിൽ സ്ത്രീ വന്ന് മുട്ടിയിട്ടില്ല, ഒരു മനുഷ്യനോടും കാര്യം പറഞ്ഞിട്ടില്ല, ആള് കൂടുന്നിടത്ത് ഇവളെ ആരും കയറ്റി നിർത്തിയിട്ടില്ല. എന്നാൽ അവൾ ചെന്ന് ജനത്തോട് പറയുകയാണ്, എന്റെ കഴിഞ്ഞകാല അനുഭവങ്ങൾ എന്നോട് പറഞ്ഞ, എനിക്കൊരു രൂപാന്തരം തന്ന, എന്റെ ഉള്ളിലേക്ക് ജീവന്റെ ജലം നിറച്ച, എന്നെ പുതിയ സ്ത്രീയാക്കി മാറ്റിയ, മനുഷ്യനാക്കി മാറ്റിയ ഒരാളെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. നിങ്ങൾ വന്ന് കാണുവീൻ. യേശു തമ്പുരാൻ പറയുന്നുണ്ട്, ഈ ജനക്കൂട്ടം ഇങ്ങനെ ഓടി വരികയാണ് ഈ ജീവന്റെ ജലത്താൽ നിറയ്ക്കപ്പെടുവാൻ, പുതിയ രൂപാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് മാറ്റപ്പെടുവാൻ ഓടി വരുന്ന ജനത്തെ കണ്ടിട്ട് യേശു തമ്പുരാൻ പറയുന്നു, ഇതാ കൊയ്ത്ത് വളരെയധികം ഉണ്ട്, വേലക്കാരോ ചുരുക്കം. ദാ വയലെല്ലാം നിറഞ്ഞിരിക്കുന്നു, ഇതെല്ലാം വീഞ്ഞുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു, ഇതെല്ലാം രൂപാന്തരപ്പെട്ടിരിക്കുന്നു, ഈ വെള്ളം മുഴുവനും പാത്രങ്ങളിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ശമരിയാക്കാരി സ്ത്രീയിലേക്ക് നിറച്ച വെള്ളത്താൽ അവൾ മാത്രമാണോ രൂപാന്തരപ്പെട്ടത്? അല്ല, അനേകം ആളുകൾ രൂപാന്തരപ്പെടുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഒഴിഞ്ഞ പാത്രവുമായിട്ടാണ് ഈ പരിശുദ്ധമായ ദേവാലയ അന്തരീക്ഷത്തിലേക്ക് വന്നെങ്കിൽ ഒന്ന് കോരി നിറച്ചേ പോകാവൂ, ഒന്ന് നിറച്ചേ പോകാവൂ. നിറയ്ക്കുന്നെങ്കിൽ ഉറപ്പ് ഒരു രൂപാന്തരത്തിന്റെ അനുഭവം. അത് നമുക്ക് വേണ്ടി മാത്രമല്ല, വീഞ്ഞെന്നും സമൃദ്ധിയുടെ അവസ്ഥയാണ്, സന്തോഷത്തിന്റെ അവസ്ഥയാണ്, മറ്റുള്ളവർക്ക് ആനന്ദം പകരുന്നതാണ്, മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കുന്ന പുതിയ ഒരു ജീവിത അനുഭവത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം യേശു നമ്മെ വിളിക്കുകയാണ്. അതുകൊണ്ടാ പറഞ്ഞത്, നീ ഈ ജീവന്റെ ജലമൊന്ന് കോരി നിറയ്ക്കണം. ഇത് പറഞ്ഞപ്പോ പുതിയ ഒരു അവസ്ഥയിലേക്ക്, രൂപാന്തരത്തിലേക്ക് വരണമെന്ന് ഒരിക്കൽ പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, വെച്ചാ എപ്പോഴാച്ചാ സമയം ഇതിന്? ഒന്ന് പുതിയ രൂപാന്തരപ്പെടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ അതിനെപ്പോഴാ സമയം? കാരണം അറിയാമോ, മനുഷ്യനെ ദൈവം തമ്പുരാൻ സൃഷ്ടിക്കുമ്പോൾ, മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ചില മൃഗങ്ങളെ സൃഷ്ടിച്ചു. ദൈവം ഭൂമിയിൽ മൃഗജാലങ്ങളെയും മനുഷ്യനെയൊക്കെ സൃഷ്ടിക്കുന്ന സമയത്ത് ആദ്യം സൃഷ്ടിച്ച ജീവി കഴുതയാണ്. കഴുതയെ സൃഷ്ടിച്ച ദൈവം തമ്പുരാൻ പറഞ്ഞു, കഴുതയോട് പറഞ്ഞു, നിനക്ക് ബുദ്ധി ഉണ്ടാകില്ല. കഴുതയ്ക്ക് ബുദ്ധിയുണ്ടോ? വലിയ ബുദ്ധിയൊന്നുമില്ല, നമ്മളെപ്പോലെ. അതുകൊണ്ടാണല്ലോ ചില മനുഷ്യരെ നോക്കി നമ്മൾ വിളിക്കുന്നത്, ആ പേര് വിളിക്കുന്നത്, നീ കഴുതയാണെന്ന് വിളിക്കുന്നത്. വലിയ ബുദ്ധിയൊന്നുമില്ല. കഴുതയോട് പറഞ്ഞു, നിനക്ക് വലിയ ബുദ്ധി ഉണ്ടാകില്ല, പക്ഷെ നീ 50 വർഷം ജീവിക്കും. നിന്റെ പണി വിഴുപ്പ് ചുമന്ന് ജീവിക്കുകയാണ്, വിഴുപ്പ് ചുമന്ന് ജീവിക്കുകയാണ്. കഴുത പറഞ്ഞു, തമ്പുരാനെ അത് വലിയ പ്രയാസമാണ്, 50 കൊല്ലമൊക്കെ ഒന്നാമത് ബുദ്ധിയില്ല, അതിനൂടെ വിഴുപ്പും ചുമന്ന് ഭാരം ചുമന്ന് ജീവിക്കുക എന്ന് പറയുന്നത് പ്രയാസമാണ്. അതുകൊണ്ട് എനിക്ക് 20 കൊല്ലം ജീവിച്ചാൽ മതി. ദൈവം പറഞ്ഞു, അങ്ങനെ ആട്ടെ, 20 കൊല്ലം നീ എന്തായി ജീവിക്കും? കഴുതയായി, ബുദ്ധിയില്ലാതെ ചുമട് ചുമി ജീവിക്കും. ബാക്കി 30 കൊല്ലം എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം സമ്മതിച്ചു. രണ്ടാമത് ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചത് നായയാണ്. നായയെ സൃഷ്ടിച്ചപ്പോ അതിന് 30 വർഷം ജീവിക്കാൻ അനുവാദം കൊടുത്തു. നായയോട് പറഞ്ഞു, നിന്നെ നായയായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നു, നിന്റെ പണി വീട് കാക്കുകയാണ്, കാവൽ കാക്കുകയാണ് നിന്റെ പണി. അങ്ങനെ കാവൽ കാത്ത നീ എത്ര കൊല്ലം ജീവിക്കണം? 30 കൊല്ലം. നായ പറഞ്ഞു, ഒന്നാമത് കാവലാണ്, അത് വലിയ ഭാരമാണ്, അതുകൊണ്ട് കെട്ടിയിടും അല്ലെ കൂട്ടിലിടും, അതുകൊണ്ട് എനിക്ക് 30 വേണ്ട, എത്ര മതി? 15 കൊല്ലം മതി. 15 കൊല്ലം അങ്ങ് എടുത്തോണം, എനിക്ക് 15 കൊല്ലം നായയായിട്ട് ജീവിച്ചാൽ മതി. ദൈവം തമ്പുരാൻ അതും അനുവദിച്ചു. മൂന്നാമത് ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചത് കുരങ്ങനെയാണ്. കുരങ്ങനെ സൃഷ്ടിച്ചത് പറഞ്ഞു, നീ മരത്തിൽ നിന്ന് മരത്തിലേക്ക് ചാടിക്കളിച്ച് നടക്കും, നിനക്ക് നടന്നു പോകാൻ അനുവാദമില്ല. നീ കുരങ്ങെങ്ങനെയാ പോന്നേ? ചാടിക്കളിച്ച പോന്നു, ചാടിക്കളിച്ച് പോകും. നീ 20 കൊല്ലം ജീവിക്കും. കുരങ്ങ് പറഞ്ഞു,
തമ്പുരാനെ കൈവിട്ട കളിയാ. ഒരു മരത്തിൽ നിന്ന് കൈവിട്ട് ചാടി അപ്പുറത്തെ മരത്തിൽ പോകണം. ഇടയ്ക്കെങ്ങാണം വീണുപോയാൽ പിന്നെ 20 കൊല്ലം കിടക്കേണ്ടി വരും. നടുവൊടിഞ്ഞ് കിടക്കുക എന്ന് പറയുന്നത് പ്രയാസം. അതുകൊണ്ട് എനിക്ക് 20 കൊല്ലം വേണ്ട, 10 കൊല്ലം ജീവിച്ചാൽ മതി. 10 കൊല്ലം ഞാനിങ്ങനെ ചാടിക്കളിച്ചൊക്കെ ജീവിച്ചോളാം. സമ്മതിച്ചു. അങ്ങനെ കഴുതയ്ക്ക് 50-ൽ നിന്ന് 20 കൊല്ലത്തേക്കും, നായയ്ക്ക് 30-ൽ നിന്ന് 15 കൊല്ലത്തേക്കും, കുരങ്ങന് 20-ൽ നിന്ന് 10 കൊല്ലത്തേക്കും ജീവിതം റെഡ്യൂസ് ചെയ്ത് കൊടുത്തു. നാലാമത് സൃഷ്ടിച്ചത് മനുഷ്യനെയാണ്. മനുഷ്യനെ തന്റെ രൂപത്തിലും ഛായയിലും ഒക്കെ സൃഷ്ടിച്ചിട്ട് ദൈവം തമ്പുരാൻ പറഞ്ഞു, നീ ലോകത്തിലെ രാജാവാണ്. നീ രാജാവായി സമൃദ്ധിയായി സന്തോഷത്തോടെ ജീവിക്കണം. പക്ഷെ നിന്റെ ആയുസ് 20 കൊല്ലം. 20 കൊല്ലം നീ എങ്ങനെ ജീവിക്കണം? സന്തോഷത്തോടെ സമൃദ്ധിയായി നീ ലോകത്തിൽ ജീവിച്ചോണം. മനുഷ്യന് വലിയ പ്രയാസം. കാരണം മനുഷ്യൻ ദൈവത്തോട് പറഞ്ഞു, തമ്പുരാനെ 20 കൊല്ലമേ എനിക്ക് ജീവിക്കാനായിട്ട് നീ അനുവദിച്ചിട്ടുള്ളോ? ദൈവം പറഞ്ഞു, അതെ 20 കൊല്ലമാണ് നിനക്ക് ജീവിക്കാനായിട്ട് അനുവാദമുള്ളത്. മനുഷ്യൻ പറഞ്ഞു, അത് പോരാ, 20 കൊല്ലം കണ്ട് എന്തോന്ന് ജീവിക്കാനായി ലോകത്തിൽ. അതുകൊണ്ട് എനിക്ക് അല്പം കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് 20 കൊല്ലം പോരാ. ദൈവം പറഞ്ഞു, നീ ഒരു പരിഹാരം പറ, എനിക്ക് തരാനുള്ളത് തന്നു, നിനക്ക് 20 കൊല്ലമേ ഉള്ളൂ, 20 വർഷത്തെ ആയുസേ ഉള്ളൂ. അത് മനോഹരമായി സന്തോഷത്തോടെ ജീവിച്ചോണം, മനുഷ്യനായി ജീവിച്ചോണം. മനുഷ്യൻ പറഞ്ഞു, തമ്പുരാൻ ഒരു കാര്യം ചെയ്യേ, ഈ കഴുതയുടെ ഒരു 30 കൊല്ലം ബാക്കിയുണ്ട്. 50 കൊല്ലമാണ് കഴുതയ്ക്ക് കൊടുത്തത്. ആ 30 കൊല്ലം കൂടെ എനിക്ക് തരണം. നായയ്ക്കുള്ള 15 കൊല്ലം കൂടെ എനിക്ക് തരണം. പിന്നീട് കുരങ്ങനുള്ള 10 കൊല്ലം കൂടെ. അങ്ങനെ ഏതാണ്ട് 55 വർഷം കൂടെ ഉണ്ട്. ആ 55 വർഷം കൂടെ എൻ്റെ 20-ന്റെ കൂടെ അങ്ങ് കൂടി തരണം. തമ്പുരാൻ അനുവദിച്ചു. അങ്ങനെയാണ് നിന്റെ ആഗ്രഹമെങ്കിൽ അങ്ങനെ അങ്ങ് ജീവിച്ചോളാൻ പറഞ്ഞു. അപ്പൊ എന്താ പറ്റിയെന്നറിയാമോ? മനുഷ്യനായി ജീവിക്കുന്നത് എത്ര വർഷമാണ്? ഏതാണ്ട് 20 കൊല്ലം വളരെ സന്തോഷത്തോടു കൂടി അവൻ ജീവിക്കും. വളരെ ബന്ധങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കും. സ്നേഹിതകളും ഉണ്ടാകും. നല്ല ആർഭാടമായി ജീവിക്കും. വലിയ പ്രയാസമോ സാമ്പത്തിക ബാധ്യതയോ ടെൻഷനോ മക്കളെ വളർത്തുന്ന ഒന്നുമില്ല. വളരെ സന്തോഷമായി മനുഷ്യനായി എത്ര കൊല്ലം ജീവിക്കും? 20 കൊല്ലം. അച്ഛാ, ഈ 20 കൊല്ലത്തിനിടയ്ക്ക് എപ്പോഴാച്ചാ രൂപാന്തരപ്പെടുന്നത്? വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരു കാലമല്ലേ? അപ്പോ 20 കൊല്ലത്തിനിടയ്ക്ക് എന്തോ ഒരു സമയമില്ല, രൂപാന്തരത്തിനുള്ള സമയമില്ല. പിന്നീട് ആരുടെ ആയുസാ കിട്ടിയത്? കഴുതയുടെ ആയുസാ 30 കൊല്ലം. ഈ 30 കൊല്ലത്തിനകത്ത കല്യാണം, 4 മക്കള്, വീട്, ജോലി. മനുഷ്യന്റെ അവസ്ഥ ഏതുപോലെയാ? കഴുതയെ പോലെ അവൻ എങ്ങനെ ഭാരം വലിക്കുക? ഉള്ള ബുദ്ധിയുടെ പോകും. ഒരു ബുദ്ധിയും ഇല്ലാത്ത ആളുകൾ ജീവിക്കുന്ന കാലമാണ് 30 വർഷം. 20 മുതൽ 50 വയസ്സ് വരെയുള്ള കാലം. മക്കളെ വളർത്തണം. ബുദ്ധി നോക്കിയിട്ട് കാര്യമില്ല, ബുദ്ധി ഉണ്ടായിട്ട് കാര്യമില്ല. മക്കള് പറയുന്നത് പോലെ പോകേണ്ടി വരും. വീട് പണിയണം, സാമ്പത്തിക ഭദ്രത നിലനിർത്തണം, ഭാര്യ പറയുന്നത് കേൾക്കണം, അമ്മായിമ്മ പറയുന്നത് കേൾക്കണം, അമ്മ പറയുന്നത് കേൾക്കണം. ആകപ്പാടെ ഒരു ബുദ്ധിയും ഇല്ലാത്ത കഴുതയെ പോലെ ചുമട് വലിക്കുന്ന 30 കൊല്ലം. അച്ഛാ, ഇതിനിടയ്ക്ക് എപ്പോഴാ അച്ഛാ ഒന്ന് രൂപാന്തരപ്പെടാനുള്ള സമയം? വെള്ളം കോരി നിറയ്ക്കുന്നത് പോയിട്ട് നന്നായിട്ട് ഒന്ന് ജീവിക്കാൻ പോലും മറന്നു പോകുന്ന സാഹചര്യമാണ്. പിന്നീട് വരുന്നത് ആരുടെ കാര്യമാണെന്നറിയാമോ? നായയുടെ ജീവിതമാണ്. അപ്പോഴത്തേക്കും 30 കൊല്ലം കഴിയുമ്പോഴത്തേക്കും മക്കളെ ഒക്കെ കെട്ടിച്ച് കൊച്ചുമക്കളും ഒക്കെ ആവും. 2 വലിയ വീട് മക്കള് വെക്കും. ഒന്ന് തിരുവനന്തപുരത്തും ഒന്ന് എറണാകുളത്തും 2ഓ 3ഓ വീട് മക്കള് വാങ്ങിച്ചിട്ടു. അവിടെ ആരെയാക്കും? കാവലിന് അപ്പനെയും അമ്മയും ആക്കും. അപ്പന്റെ അമ്മയുടെയും പണി നായയുടെ പണിയാ. എന്തോന്ന്? മക്കള് വെച്ച വീട് നോക്കുക, കാവല് കാത്തുകൊള്ളുക. കയറാതെ കുഴപ്പം വരാതെ തൂത്തുവാരിയിട്ട് വൃത്തിയായി 4500 സ്ക്വയർ ഫീറ്റിനകത്ത് എന്തോ ചെയ്യണമെന്നറിയാൻ പാടില്ലാതെ തറയ്ക്ക് കാലിന് പിടിക്കാത്ത ചില ടൈലൊക്കെ ഇട്ട് തെറ്റിയടിച്ച് വീണ് എളുപ്പല് തെറ്റി ചില അപ്പന്മാരെ നമുക്ക് കാണാം. അവര് കാവല് കാത്ത് അവിടെ കിടക്കുക. 10-15 കൊല്ലം അങ്ങനെ കഴിയും. അപ്പോഴത്തേക്ക് പിള്ളേരൊക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങും. കൊച്ചുമക്കളൊക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങും. അപ്പോഴത്തേക്കും അമ്മയുടെയും അപ്പന്റെയും പണി എന്തോന്റെ പണിയാവും? കുരങ്ങിന്റെ ജീവിതകാലമാ. എന്നതാ? ആ കൊമ്പേന്ന് ഈ കൊമ്പിലേക്ക് ചാടിക്കളിച്ച് കൊച്ചുമക്കളെ ആനന്ദിപ്പിച്ച് അങ്ങനെ പോകേണ്ടെന്ന അവസ്ഥ. അല്ലെങ്കിൽ ഒരു മകന്റെ വീട്ടിൽ നിന്ന് മറ്റൊരു മകന്റെ വീട്ടിലേക്ക് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. ഇത് വെറുതെ പറയുന്നതല്ല, കണ്ണിന് മുമ്പിൽ കാണുന്ന ചില ജീവിത സത്യങ്ങളാ. പ്രിയമുള്ളവരെ, ഈ ഒരു മനുഷ്യനോട് ചോദിച്ചത്, അച്ഛാ, ഇതിനിടയ്ക്ക് എപ്പോഴാ ഒന്ന് രൂപാന്തരപ്പെടാനായിട്ട് സാധ്യമാകുന്നത്? പ്രിയമുള്ളവരെ, ഒരു രൂപാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് നിറയുന്നെങ്കിൽ ഇതൊന്നും ഒരു ഭാരവുമല്ല എന്ന് മനസ്സിലാക്കും. ദൈവം മാത്രമാണ് എന്റെ മുമ്പിലുള്ള ശക്തിയെ തിരിച്ചറിയുമ്പോൾ ചില ബന്ധങ്ങളൊക്കെ ദൈവസന്നിധിയിൽ ദൃഢമായി ഉറപ്പിക്കുന്നതിനും പുതിയ അനുഭവത്തിലേക്ക് അനേകരെ കൊണ്ടുവരുവാനും സാധിക്കുന്ന ജീവിതാനുഭവങ്ങളിലേക്ക് മാറുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കും. മൂന്നാമത്, ഈ വെള്ളത്തെ പറ്റി പറയുന്നത്, ഈ വെള്ളം വീണ്ടും
ജനിക്കുന്ന വെള്ളമാണ്. വീണ്ടും ജനിപ്പിക്കുന്ന വെള്ളം കൊണ്ട് ഈ കൽപാത്രങ്ങൾ നിറയ്ക്കുമെങ്കിൽ കൽപാത്രങ്ങൾ എന്ത് ചെയ്യും? വീഞ്ഞിന്റെ അവസ്ഥയിലേക്ക് രൂപാന്തരപ്പെടും. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ യേശുതമ്പുരാന്റെ ഈ രഹസ്യ ശിഷ്യനായ നിക്കോദീമോസ് യേശുവിന്റെ അടുക്കൽ വന്ന് പറയുന്നു, കർത്താവെ, സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അവനോട് യേശുതമ്പുരാൻ പറയുകയാണ്, നീ പുതു മനുഷ്യനായി വീണ്ടും വീണ്ടും ജനിക്കണം. എങ്ങനെ? അമ്മയുടെ ഉദരത്തിൽ കിടന്ന് എനിക്ക് വീണ്ടും ജനിക്കാമോ? അല്ല, യേശുതമ്പുരാൻ പറയുന്നു, വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും വീണ്ടും ജനിക്കണം. ഇതല്ലേ യോർദാന്റെ കരയിൽ നിന്ന് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നത്? നിങ്ങൾ മാനസാന്തരപ്പെട്ട് രൂപാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് പുതിയ മനുഷ്യനായി രൂപാന്തരപ്പെടണമെന്ന്. പ്രിയമുള്ളവരെ, ഈ യോർദാന്റെ കരയിലേക്ക് ഒന്നുപോയി ആ യോർദാന്റെ വെള്ളം കൊണ്ട് വീണ്ടും ജനിപ്പാനൊക്കെ ഇടയാകുന്ന യോർദാന്റെ വെള്ളം കൊണ്ട് നിന്റെ കൽപ്പനകളൊന്ന് കോരി നിറയ്ക്കുന്നെങ്കിൽ അവിടെ കഴിഞ്ഞകാല അനുഭവങ്ങളൊക്കെ കഴുകിക്കളയുവാനായിട്ടിടയാകും. ഈ യോർദാനിൽ ചെയ്യുന്ന പ്രക്രിയ എന്താ? ഒരു കഴുകലിന്റെ അനുഭവമാണ്. പരിശുദ്ധമായ മാമോദീസ തൊട്ടിയിൽ പുതു മനുഷ്യനായി രൂപാന്തരപ്പെടുമ്പോൾ അവിടെ നടത്തുന്ന പ്രാർത്ഥന ഇങ്ങനെയാണ്: ഇതാ പഴയതിനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനായി ഇവനെ രൂപാന്തരപ്പെടുത്തുന്നു. ദൈവമേ, ഈ മാമോദീസ തൊട്ടിയിലെ വെള്ളത്താൽ പരിശുദ്ധമായ യോർദാന്റെ അനുഭവം ഈ പൈതലിന് ലഭിക്കണമേ എന്ന് പറഞ്ഞാൽ യോർദാന്റെ വെള്ളത്തിന്റെ അനുഭവം എന്താ? പഴയതിനെ ഉരിഞ്ഞു കളയുന്ന അനുഭവമാണ്. യേശുക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേൽക്കുന്ന അനുഭവം. ആ അനുഭവത്തിലേക്ക് യോർദാന്റെ വെള്ളം കൊണ്ട് കൽപാത്രങ്ങൾ നിറയുന്നെങ്കിൽ ഞാനും നിങ്ങളും എന്തായിത്തീരും? ശ്രേഷ്ഠമായ വീഞ്ഞായി രൂപാന്തരപ്പെടും. എപ്പോഴും യോർദാന്റെ അനുഭവത്തിലേക്ക് ഇറങ്ങി വരുന്നു, അവിടെ വരെയും നാം കാത്തു നിൽക്കേണ്ടതുണ്ട്. യോർദാൻ അനുഭവങ്ങളിലേക്ക് ഇറങ്ങി വന്നാൽ അവിടെ ഒരു പുതിയ ജീവിതത്തിന്റെ അനുഭവം, പുതിയ മനുഷ്യന്റെ അനുഭവം, പുതിയ ജീവിതത്തിന്റെ നന്മയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയാകും. അതുകൊണ്ടാണ് യേശുതമ്പുരാൻ ഇറങ്ങി. യേശുതമ്പുരാന് രൂപാന്തരത്തിന്റെ ആവശ്യം ഉണ്ടായിട്ടല്ല, യേശുതമ്പുരാനെ അനുഗമിക്കുന്ന അനേകം ആളുകളുടെ രൂപാന്തരത്തിന് വേണ്ടി, അനേകം ആളുകളുടെ പുതിയ ജീവിതത്തിന് വേണ്ടി അവൻ ഇറങ്ങി നിന്ന് ശുദ്ധീകരിച്ചു കൊടുത്തു. ഏത്? യോർദാനിലെ വെള്ളം അവൻ ഇറങ്ങി നിന്ന് ശുദ്ധീകരിച്ചു കൊടുക്കുകയാ. തെറ്റിദ്ധരിക്കരുത്. യേശുതമ്പുരാന് സ്നാനത്തിന്റെ ആവശ്യം ഉണ്ടോ? എന്തിനാ യേശുതമ്പുരാൻ യോർദാനിൽ ഇറങ്ങി അങ്ങനെ ഒരു പ്രക്രിയക്ക് വിധേയനായത്? 33 ചിലര് പറയും 33-ാം വയസ്സിലെ എന്തോ പാടുള്ളൂ, 30-ാം വയസ്സിലെ എന്തോ പാടുള്ളൂ, മാമോദീസ പാടുള്ളൂ. ആരാ മാമോദീസ മുങ്ങിയത് 30-ാം വയസ്സിൽ? യേശു 30-ാം വയസ്സിലല്ലേ? പിന്നെന്തിനാ നമ്മൾ പോയി നേരത്തെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി മുക്കുന്നത്? 30-ാം വയസ്സിൽ പോരെ? പറയുമുള്ളവർ, യേശുവിന് 30-ാം വയസ്സിൽ മാമോദീസ മുങ്ങേണ്ട കാര്യമൊന്നുമില്ല. അവിടെ നടന്ന പ്രക്രിയ സൂക്ഷ്മമായി ഒന്ന് പഠിക്കണം. അവിടെ നടന്നത് സാധാരണ നടക്കുന്ന ഒരു മാമോദീസ പ്രക്രിയ ഒന്നുമല്ല, സാധാരണ നടന്ന കാര്യമൊന്നുമല്ല അവിടെ നടന്നത്. എന്താ നടന്നതെന്ന് അറിയാമോ? കഴിഞ്ഞ 3-4 ദിവസമായി യോഹന്നാൻ വിളിച്ചു പറയുന്ന വാചകം ഇതാണ്: എന്റെ പിന്നാലെ വരുന്നവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. 4 ദിവസം നിങ്ങളുടെ വീടിന്റെ പടിക്കൽ കൂടെ ഒരു വണ്ടി അനൗൺസ്മെന്റുമായി പോവുകയാ, ഈ വണ്ടിയുടെ പിന്നാലെ വരുന്നത് ഏതാണ്ട് കാര്യം വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ എന്തോ ചെയ്യും? വെളിയിലേക്ക് ശ്രദ്ധിച്ചു നിൽക്കുക, ആരോ വരുന്നുണ്ട്. കഴിഞ്ഞ 4-5 ദിവസമായിട്ട് യോഹന്നാൻ പറഞ്ഞതും പ്രസംഗിച്ചതും മുഴുവനും ഇതാ: എന്റെ പിന്നാലെ വരുന്നത് ആരോ ശ്രേഷ്ഠനായ ഒരാൾ വരുന്നുണ്ട്. ജനമെല്ലാം നോക്കി നിൽക്കുകയാ. അപ്പോഴാണ് യേശു തമ്പുരാൻ വരുന്നത്. യേശുവിനെ നോക്കി യോഹന്നാൻ പറഞ്ഞു, ദാ ആ വരുന്നതാണ് ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ജനം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, ആളിനെ മനസ്സിലായില്ല. എല്ലാം ചെറുപ്പക്കാരാ നിൽക്കുന്നത്, സുന്ദരന്മാരായ ചെറുപ്പക്കാരോടെ നിൽപ്പുണ്ട്. യേശുവിനെ അങ്ങോട്ട് തിരിച്ചറിഞ്ഞില്ല. ദാ യേശു നടന്ന് യോഹന്നാന്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി. യോഹന്നാൻ വെള്ളം കോരി തലയിലേക്ക് ഒഴിച്ചു. അപ്പോ ഇതുവരെ സംഭവിക്കാത്തൊരു കാര്യം നടന്നു. എന്നാ നടന്നത്? ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് കേട്ടു. ഇത് കണ്ട ജനത്തിന് മനസ്സിലായി ഇത് യേശുവാണെന്ന്. യേശുവിന്റെ പരസ്യശുശ്രൂഷ ആരംഭിക്കുകയാണ്. അപ്പൊ യേശുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, യേശുവിനെ പരിചയപ്പെടുത്തണം. ഇതാ നിങ്ങൾക്ക് വേണ്ടി വഹിക്കുവാൻ കാൽവരിയിൽ യാഗമായി തീരേണ്ടുന്നത് ഈ കുഞ്ഞാടാണെന്ന് പറയണം. അതിനുള്ള വഴിയാണ് അവിടെ ഒരുക്കിയത്. അതുകൊണ്ട് യേശു തമ്പുരാൻ ഇറങ്ങി നിന്ന് ശുദ്ധീകരിച്ചു കൊടുത്തു. ഇനി വരുന്നവരെല്ലാം ഈ വെള്ളം കൊണ്ട് എന്തോ ചെയ്തോണം? പുതിയ മനുഷ്യരായി രൂപാന്തരപ്പെട്ടോണം, പുതുവീഞ്ഞായി രൂപാന്തരപ്പെട്ടോണം. അതുകൊണ്ട് യേശു തമ്പുരാൻ പറഞ്ഞത്, നീ ഈ വെള്ളം കോരി നിറയ്ക്കുമ്പോ എവിടുത്തെ വെള്ളം ഒഴിച്ചോണം? യോർദാനിലെ വെള്ളം കോരി നിറച്ചോണം. തെറ്റിദ്ധരിക്കരുത്. ഇപ്പോ പലരും യെരുശലേമിൽ പോയിട്ട് വരുന്നുണ്ട്. ഞാൻ പോയിട്ടില്ല, പോകുമായിരിക്കും, എനിക്കറിയാൻ പാടില്ല. നിങ്ങൾ പലരും പോയിട്ടുണ്ട്. പോയിട്ട് വരുന്നവര് ഇടയ്ക്ക് ഒരു കുപ്പി യോർദാനിലെ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. ചില വൈദികരൊക്കെ, ഞാൻ കുറ്റം പറയുകയൊന്നുമല്ല, മാമോദിസ മുക്കുമ്പോ ഇതും കൂടി ശകലം ഒഴിക്കുന്നുണ്ട്. എന്തോത്തിനാ?
യോർദാനിലെ വെള്ളമല്ലേ ഇച്ചിരി ഒഴിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ കുപ്പിയിലെ വെള്ളം കൊണ്ട് ഒഴിച്ചെങ്കിലേ ഇത് യോർദാനിലെ വെള്ളമാകുമോ? അല്ല. അവിടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇതാണ്: പരിശുദ്ധാത്മാവ് ഇറങ്ങി വസിച്ച ഈ മാമോദിസ തൊട്ടിലെ വെള്ളം യോർദാന്റെ വെള്ളമായി രൂപാന്തരപ്പെട്ടു. പരിശുദ്ധാത്മാവ് ഇറങ്ങി വസിച്ച് ഈ വെള്ളം യോർദാന്റെ വെള്ളമായി രൂപാന്തരപ്പെട്ടു. പിന്നെ വേറെ വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കേണ്ട കാര്യമില്ല. ഇത് യോർദാനിലെ വെള്ളം. അവിടെയാ നിന്നെയും എന്നെയും ഒക്കെ മാമോദിസ മുക്കി ദൈവത്തിന്റെ മന്ദിരമായി രൂപാന്തരപ്പെടുത്തി പുതിയ വീഞ്ഞായി ഈ കിണറ്റിന്റെ കരയിൽ നിന്ന് എവിടേക്ക് കയറ്റി വെച്ചത്? കലവറയിലേക്ക് കയറ്റി വെച്ചത്. അതുകൊണ്ട് ഓർത്തോണം, കണ്ട തോടിന്റെ വരമ്പിലൂടെയും കണ്ട ആറിന്റെ വരമ്പിലൂടെയും മാമോദിസ മുക്കാൻ ഓടുമ്പോൾ ഓർത്തോണം, അവിടെ ഇരുന്ന് പോകും. കാരണം കിണറ്റിന്റെ കരയിൽ വെച്ച് മുക്കിയാൽ അവിടെ ഇരിക്കു പോകും. ഈ കിണറ്റിന്റെ കരയിൽ ഇരുന്ന സാധനത്തെയാണ് എവിടേക്ക് എടുത്തു മാറ്റി വെച്ചത്? യോർദാന്റെ വെള്ളം കൊണ്ട് മാമോദിസ മുക്കി ശുദ്ധീകരിച്ച് കഴുകി നിലവറയിലേക്ക്, കലവറയിലേക്ക് കയറ്റി വെച്ചത്. ഇപ്പോഴത്തെ വീട്ടിൽ കലവറയില്ല, പകരം ഉള്ള സാധനം സ്റ്റോറാണ്. പണ്ടത്തെ വീടുകളിലെ സ്റ്റോറാണല്ലോ കലവറ. അവിടെയാണ് സമൃദ്ധിയുള്ളത്. അവിടെയാണ് എല്ലാ ഭക്ഷണ സാധനങ്ങളും നന്നായി സൂക്ഷിക്കപ്പെടുന്ന സ്ഥലം. അവിടേക്ക് നിന്നെ കയറ്റി വയ്ക്കുകയാണ്, മറ്റുള്ളവർക്ക് ഉപയുക്തമായി തീരുവാനായിട്ട്. ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ഇനി ഞാൻ നിങ്ങളുമാകുന്ന കൽപാത്രങ്ങൾ, കണക്കൂടലുകൾ തെറ്റിയ, പാർശ്വവൽക്കരിക്കപ്പെട്ട, വേദനിക്കപ്പെടുന്ന, തള്ളിക്കളഞ്ഞവനായി കൽപാത്രങ്ങളായി ഞാൻ നിങ്ങൾ ജീവിക്കുന്നെങ്കിൽ യോർദാന്റെ വെള്ളം കൊണ്ട് ഒരു പുതിയ ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് വരുവാൻ തക്കവണ്ണം ഇടയാകണം. നാലാമത് പറയുന്നു, ഈ വെള്ളം കോരി നിറയ്ക്കേണ്ടത് ശീലോഹാവിലെ വെള്ളം കൊണ്ട് ഈ കൽപാത്രങ്ങൾ നിറയ്ക്കുമ്പോൾ പുതിയ ഒരു അനുഭവത്തിലേക്ക് വരുവാനായിട്ട് ഇടയാകും. എന്താ ശീലോഹാവിലെ വെള്ളത്തിന്റെ പ്രത്യേകത? യേശുതമ്പുരാൻ കുരുടന്റെ കണ്ണിൽ ചേറ് കുഴച്ച് പുരട്ടി അവനെ അയക്കുന്നത്, അവനോട് കൽപ്പിക്കുന്നത് ഇങ്ങനെയാണ്: നീ ചെന്ന് ശീലോഹാവിൽ ചെന്ന് നിന്റെ കണ്ണ് കഴുകണം. അവൻ ചെന്നു, ശീലോഹാവിൽ ചെന്നു, അവൻ കഴുകിയ അവൻ പിന്നീട് പറയുന്നത്, ഞാൻ ആരെ കാണുന്നു? മനുഷ്യനെ കാണുന്നു. ഇന്നലെ വരെ കാണാത്ത ചില കാഴ്ചകൾ നിനക്ക് കാണണമെങ്കിൽ നീയാവുന്ന കൽപാത്രങ്ങളിൽ എന്ത് നിറയ്ക്കണം? ശീലോഹാവിലെ വെള്ളം കൊണ്ട് ഒന്ന് കോരി നിറയ്ക്കുമ്പോ നിനക്ക് ഇനി മുതൽ ആരെ കാണാം? നിന്റെ സഹോദരനെ ഒന്ന് കാണാൻ കഴിയും. മനുഷ്യനെ മനുഷ്യനായി കാണുവാനായിട്ട് സാധിക്കും. മനുഷ്യനായി കുരുടന് കാണുവാൻ കഴിയാതിരുന്നെങ്കിൽ അവൻ എപ്പോൾ ശീലോഹാവിൽ ചെന്ന് കഴുകുന്നോ അവിടെ അവന് മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ കഴിയുക. ഇന്നത്തെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ പരാജയം എന്താണെന്നറിയാമോ? അവിടെ ആർക്കും മറ്റുള്ളവരെ മനുഷ്യരായി കാണുവാൻ കഴിയുന്നില്ല. ഇന്നത്തെ സംസ്കാരത്തിന്റെ അവസ്ഥയാ. മനുഷ്യനായോ മാനുഷിക പരിഗണനയിലോ ആർക്കും ആരെയും കാണുവാൻ കഴിയുന്നില്ല. എല്ലാം കോർപ്പറേറ്റ് ലൈഫിലാണ്. വേറെ ഏതോ ഒരു ലോകത്ത് എല്ലാം ഉപഭോഗ വസ്തുവായി കണ്ട് എല്ലാം ഉപയോഗിക്കാനുള്ളതാ. മനുഷ്യനും എന്തിനുള്ളതാ? ഉപയോഗിക്കാനുള്ളതാ. ഭാര്യയും ഭർത്താവും പരസ്പരം ഉപയോഗിക്കാനുള്ള വസ്തുവാ, പണമുണ്ടാക്കാനുള്ള വസ്തുവാ, മക്കളെ വളർത്തുവാനുള്ള, മക്കളുടെ ചിന്ത ഞങ്ങളെ വളർത്താനുള്ള രണ്ട് മിഷനാണ് അപ്പനും അമ്മയും. കാരണം ഈ അപ്പനും അമ്മയും ഒന്നിച്ചെന്ന് കാര്യം പറയുന്നത് ആര് കണ്ടിട്ടില്ല? ഇപ്പോഴത്തെ മക്കൾ കണ്ടിട്ടില്ല. ഈ അപ്പനും അമ്മയും ഒന്നിച്ചിരുന്ന് കാര്യം പറഞ്ഞാൽ അവര് പറയുന്ന വാചകം എന്തേ ഉള്ളൂ? പണത്തെ സംബന്ധിച്ച് മാത്രമേ പറയാനുള്ളൂ. ആധിയെപ്പറ്റി, അവരുടെ ജീവിതത്തിന്റെ ആധിയെപ്പറ്റി പറയാനേ സാധ്യതയുള്ളൂ. പ്രിയമുള്ളവരെ, ചില സമയങ്ങളിലൊക്കെ ചില ദമ്പതിമാര് തന്നെ പറയും, ഞങ്ങൾക്ക് ഒന്ന് കാര്യം പറയാൻ പോലുമുള്ള സാഹചര്യം ഇല്ല. അതുകൊണ്ടാണല്ലോ മെട്രോപൊളിറ്റൻ സിറ്റികളിലൊക്കെ അല്ലെങ്കിൽ 24 മണിക്കൂർ ഷിഫ്റ്റ് വെച്ച് ജോലി ചെയ്യുന്ന ദമ്പതിമാരുടെയൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഏറി വരുന്നത്. അതുകൊണ്ടാണ് കൂടെ ജോലി ചെയ്യുന്നവനോടോ കൂടെ ജോലി ചെയ്യുന്നവളോടോ ഒരുപക്ഷെ തങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കേണ്ടി വരുന്ന സാഹചര്യം. ചാറ്റിംഗ് ഏറി വരുന്ന കാലമല്ലേ? കമ്പ്യൂട്ടറിനകത്ത്, നെറ്റിനകത്ത് ഇന്നത്തെ യുവജനങ്ങൾ ഏറ്റവും അധികം സന്തോഷിക്കുന്ന, കാര്യം പറയാൻ ഇഷ്ടപ്പെടുന്ന ഒന്നീ വീഡിയോ ചാറ്റിംഗ് അല്ലെങ്കിൽ അല്ലാത്ത ചാറ്റിംഗ്, ഇതിലേക്ക് അങ്ങ് തിരിയുക. എന്താ തിരിയുന്നതിന്റെ കാരണമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഈ ശീലോഹാവിലെ വെള്ളം എവിടില്ല? നിന്റെ കൽപാത്രങ്ങളിലില്ല, നിന്റെ വീട്ടിലില്ല. ഒന്ന് കഴുകാനായിട്ട് അവസരം കൊടുക്കുന്നില്ല. അവർക്ക് ഒന്ന് തിരിച്ചറിയാനായിട്ട് സാധ്യമാകുന്നില്ല. അറിയാത്ത ആരെയൊക്കെയോ കണ്ട് ഇന്നത്തെ സമൂഹം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പഴയ കാലത്തെ കല്യാണം കഴിക്കുമ്പോൾ മുതിർന്ന തലമുറയ്ക്കറിയാം, കല്യാണം കഴിക്കാമെന്ന് ആരാ പറഞ്ഞത്? അപ്പനാണ് പറഞ്ഞത്, മോനെ കല്യാണം കഴിക്കാമെന്ന്. 32 40 വയസ്സൊക്കെ ആവും. അപ്പം പറയുന്ന ന്യായം ഇതാണ്: എനിക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടു, നീ കല്യാണം കഴിക്കണം. അല്ലെ പെണ്ണിനോട് പറയും, എനിക്ക് ചെറുക്കനെ ഇഷ്ടപ്പെട്ടു, നീ കല്യാണം കഴിക്കണം. അവര് കല്യാണം കഴിച്ചു.
ഒരു കുഴപ്പവുമില്ല. 65 വർഷം, 70 വർഷം, 80 വർഷമൊക്കെ ജീവിച്ചു. ചിലരുടെയൊക്കെ പടമൊക്കെ പത്രത്തിൽ ഒന്നിച്ച് ജീവിച്ചതിൻ്റെ ഇടുകയും ചെയ്തു. കുഴപ്പമില്ലാതെ ജീവിച്ചു പോകുന്നു. എന്നാൽ അടുത്ത തലമുറ വന്നപ്പോൾ രണ്ടാമത്തെ സ്റ്റേജിൽ ഏതാണ്ട് 35 വർഷം, 25 വർഷത്തിന് മുകളിൽ കല്യാണം കഴിച്ച ആളുകൾ, അവരുടെ കാലം വന്നപ്പോൾ ആരാ പറഞ്ഞത് കല്യാണം കഴിക്കാമെന്ന്? മകനാണ് പറഞ്ഞത്, അപ്പ എനിക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടു, അപ്പൻ നടത്തി തരണം. അല്ലെ പെണ്ണ് പറഞ്ഞു, എനിക്ക് ചായനെ ഇഷ്ടപ്പെട്ടു, നടത്തി തരണം. എന്നാൽ ഈ കൂട്ടത്തിൽ നല്ല മനോബലമുള്ളവരൊക്കെ രണ്ടായിട്ട് പിരിഞ്ഞു പോയി. അത്ര മനോബലമില്ലാത്തവർ പറഞ്ഞു വെച്ചാ 2 പിള്ളേരായി പോയത് കൊണ്ട് മാത്രം മുമ്പോട്ട് പോവുകയാണ്. കുടുംബത്തിന്റെ മാനം ഓർത്ത് ഇങ്ങനെ കൂടെ അങ്ങ് പൊക്കൊണ്ടിരിക്കുക. ഇതിനെക്കാട്ടും നല്ല എത്ര പേര് വന്നതാ, പക്ഷേ അന്നത്തെ ചിരി ഉണ്ടല്ലോ അതിനകത്ത് അങ്ങ് പോയത്. അവിടെ ആ മുടി അത് കണ്ടാ ഞാനങ്ങ് വീണുപോയത്. ഇതൊക്കെ കണ്ട് വീണുപോയതാ. പക്ഷേ 30 കൊല്ലം 35 കൊല്ലം വലിയ പരിക്കില്ലാതെ പോയി. പുതിയ തലമുറ വരുന്നുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ കല്യാണമൊക്കെ ആയിട്ട് വരുമ്പോ കൗൺസിലിംഗ് ഒക്കെ നിർബന്ധമാണ്. പള്ളിയിലേക്ക് വന്ന് പറയുന്ന വാചകം ഇതാ, അച്ഛാ ചെറുക്കന് സമയമില്ല, പെണ്ണിന് സമയമില്ല, അതുകൊണ്ട് ശനിയാഴ്ച ഉറച്ച് ഞായറാഴ്ച കല്യാണം നടത്തണം. അല്ല അച്ഛന് സൗകര്യമാണെങ്കിൽ ഞായറാഴ്ച രാവിലെ ഉറച്ച് കുർബാന കഴിയുന്ന ഉടനെ അങ്ങ് കെട്ടിക്കണം. സമയമില്ല. അപ്പോൾ ഞങ്ങളൊക്കെ ചോദിക്കും, ഇവര് തമ്മിൽ കണ്ടോ? കണ്ടില്ല. അവര് ചാറ്റിങ്ങിലൂടെ പരിചയപ്പെട്ടതാ, നെറ്റിനകത്ത് പരിചയപ്പെട്ടതാ. ഇപ്പോഴത്തെ പുതിയ പ്രേമ വിവാഹത്തിന്റെ സിമ്പിൾ വാചകമാണ് നെറ്റിനകത്ത് പരിചയപ്പെട്ടതാ. ഇത് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവര് നേരത്തെ പഴയ പറയുന്ന ആ പ്രേമവിവാഹമാണ് ഇപ്പോഴത്തെ നെറ്റിനകത്തൂടെ വന്ന സാധനം. പുതിയ ഭാഷയെ വെച്ചെന്നുള്ളതേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് ആർഭാടമായ കല്യാണം, തങ്ങളുടെ പള്ളി പോരാൻ തോന്നിയാൽ അടുത്ത പള്ളിയിൽ പോയി കല്യാണം നടത്തും. ഏറ്റവും വലിയ പള്ളി കല്യാണം നടത്തും, പരുമല പള്ളിയിൽ വെച്ച് നടത്തും. പക്ഷെ 6 മാസം കഴിയുമ്പോൾ അവര് രണ്ടും 2 വഴിക്ക് പോയി. എന്താ കാര്യം? അച്ഛാ ആ ചീറ്റിപ്പോയി. എന്താ കാര്യം എന്നറിയാമോ? ചെറുക്കൻ വേറെ പെണ്ണിന്റെ പുറകെ ചാറ്റാൻ പോയി, പെണ്ണ് വേറെ ചെറുക്കന്റെ പുറകെയും ചാറ്റാൻ പോയി. കാരണം അവര് ശീലിച്ചത് എന്താ? ഈ ചാറ്റിങ്. പരസ്പരം അറിയാവുന്ന അപ്പനും അമ്മയോടും ബന്ധമില്ലാത്ത, അല്ലെങ്കിൽ ഊഷ്മളത പങ്കുവെക്കുവാൻ കഴിയാത്ത, അവരെ കാണുവാനും കഴിയാത്തവന് എങ്ങനെ കൂടെ പിറന്നവനെ കാണുവാൻ കഴിയും? കൂടെ കിടക്കുന്നവനെ കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് യോഹന്നാൻ പറഞ്ഞത്, കൂടെ ജീവിക്കുന്ന സഹോദരനെ കാണാൻ കഴിയാത്തവന് ആരെ കാണാൻ പറ്റില്ല? ദൈവത്തെ കാണാനായിട്ട് കഴിയില്ല. ഒന്ന് കാണണമെങ്കിൽ പുതിയ കാഴ്ച വേണം, പുതിയ ഉൾക്കാഴ്ച വേണം. ഒന്ന് കഴുകിയേ പറ്റത്തുള്ളൂ, കണ്ണിനെ തിമിരങ്ങൾ മാറ്റിയേ പറ്റത്തുള്ളൂ. അവിടെ ഉൾക്കാഴ്ച വരുമ്പോ സ്നേഹിക്കാനുള്ള മനസ്സുണ്ടാകും, പങ്കുവയ്ക്കാനുള്ള മനസ്സുണ്ടാകും, പകർന്നു കൊടുക്കാനുള്ള മനസ്സുണ്ടാകും, മുറിവ് കരിക്കാനുള്ള മനസ്സുണ്ടാകും. അവിടെ നീ എന്തായി മാറും? പുതിയ വീഞ്ഞായി ശുദ്ധി ചെയ്ത് കലവറയിലേക്ക് മാറ്റപ്പെടും. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ദൈവസന്നദ്ധിയിൽ 2 വാക്കുകളാണ്, 2 വാക്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധയിലേക്ക് ഞാൻ പെടുത്തിയത്. ഒന്നാമത് പറഞ്ഞ വാചകം യേശുദമ്പുരാന്റെ അമ്മ അവന്റെ ശിഷ്യന്മാരോട്, അവിടെ നിൽക്കുന്ന വേലക്കാരോട് പറയുന്ന വാചകമാണ്. അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അത് ചെയ്യണം. എന്താ യേശുദമ്പുരാൻ നമ്മോട് കൽപ്പിക്കുന്നത്? എന്താ യേശുദമ്പുരാൻ കൽപ്പിക്കുന്നത്? നിന്റെ കൽപാത്രങ്ങളിൽ വെള്ളം കോരി നിറയ്ക്കണം. ഞാനും നിങ്ങളുമാകുന്ന കൽപാത്രങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെട്ട, കണക്കൂട്ടലുകൾ തെറ്റിപ്പോയ, ദൈവസന്നിധിയിൽ ജീവിക്കുവാൻ മടുത്തുപോയ, ഈ ലോകത്തിലും തള്ളപ്പെട്ടുപോയ അനേകായിരങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു മനുഷ്യനാണെങ്കിൽ, ഞാനും നിങ്ങളും പ്രയാസം അനുഭവിക്കുന്ന, വേദനകളുമായി കടന്നു വരുന്ന കൽപാത്രങ്ങൾക്ക് തുല്യമാണെങ്കിൽ, ഞാനും നിങ്ങളും ചെയ്യേണ്ടുന്നത് വക്കോളം കോരി നിറയ്ക്കുവാനായി യേശുവിൻ്റെ കൽപ്പന അനുഷ്ഠിക്കുവാനും ആചരിക്കുവാനും നമുക്കിടയാകണം. വക്കോളം കോരി നിറയ്ക്കുമ്പോൾ ഒരു ശുദ്ധീകരണത്തിന്റെ പുതിയ അനുഭവത്തിലേക്ക് വരികയാണ്. ആ വെള്ളത്തെ സംബന്ധിച്ച ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. യേശുദമ്പുരാൻ കോരി നിറയ്ക്കുവാൻ ആവശ്യപ്പെടുന്ന ഈ വെള്ളത്തെ സംബന്ധിച്ച് ഒന്നാമത് പറഞ്ഞത് ഇതാണ്: ആ വെള്ളം ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് നിറഞ്ഞ, ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന വെള്ളമാണ്. ആ വെള്ളം കൊണ്ട് എന്നെയും നിങ്ങളെയും കോരി നിറയ്ക്കുമ്പോൾ എന്നിലും നിങ്ങളിലുമായിരിക്കുന്ന ജീവന്റെ അംശങ്ങൾ പുതിയ വീഞ്ഞായി രൂപാന്തരപ്പെട്ട് വരികയാണ്. വീഞ്ഞിന്റെ പ്രത്യേകത അറിയാമോ? വീഞ്ഞിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. വീഞ്ഞിന്റെ ഗുണം എന്തൊക്കെയാ? വീഞ്ഞിന് നിറമുണ്ട്, മണമുണ്ട്. വീഞ്ഞ് വക്കോളം ഇരുന്നില്ലെങ്കിൽ, വീഞ്ഞ് പാത്രങ്ങൾ വക്കോളം നിറഞ്ഞിരുന്നില്ലെങ്കിൽ വീഞ്ഞ് കേടായി പോകും. വീഞ്ഞ് പാത്രത്തിൽ വീഞ്ഞ് വക്കോളം ഇരുന്നില്ലെങ്കിൽ വീഞ്ഞ് കേടായി പോകും. ഇത് സ്പിരിറ്റ് അല്ല കേട്ടോ, നിങ്ങൾ ഉദ്ദേശിക്കരുത്. ഈ നമ്മൾ കാണുന്ന ഒറിജിനൽ വീഞ്ഞിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, സ്പിരിറ്റിന്റെ കാര്യമല്ല. വീഞ്ഞ് വക്കോളം വരുന്നില്ലെങ്കിൽ ഇത് കേടായി പോകും. ഈ വീഞ്ഞ് മുറിവിലേക്ക് ഒഴിച്ചാൽ മുറിവ് കരിയും.
മുറിവ് കരിയും. അതുകൊണ്ട് നല്ല ശമരിയാക്കാരൻ്റെ ഉപമ പറയുമ്പോൾ യേശുദമ്പുരാൻ പറയുന്നുണ്ട്, ഈ ശമരിയാക്കാരൻ ഈ വേദനപ്പെടുന്ന മുറിവേറ്റവനെ എടുത്തുകൊണ്ട് വന്ന് അവൻ്റെ മുറിവിലേക്ക് എണ്ണയും വീഞ്ഞും വെച്ചു എന്നാ പറയാം. എണ്ണയും വീഞ്ഞും വെച്ചു. എണ്ണയും വീഞ്ഞും എപ്പോഴും മരുന്നാണ്. അത് രോഗത്തിന് സൗഖ്യം നൽകുന്നതാ. 128 സങ്കീർത്തനത്തിൽ 1, 2, 3 വാക്യങ്ങളിൽ കുടുംബത്തെ സംബന്ധിച്ച് പറയുമ്പോൾ, യഹോവയെ ഭയപ്പെട്ട് നടക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച് പറയുമ്പോൾ പറയുന്ന വാചകങ്ങൾ ഇങ്ങനെയാണ്: യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴിയിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളിലെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈ പോലെ ഇരിക്കും. ആ പുരുഷനെ സംബന്ധിച്ച് വലിയ വർണ്ണനയൊന്നുമില്ല. അവൻ ഭാഗ്യവാനാണെന്ന് പറയുന്നുണ്ട്. അവൻ കൈകൊണ്ട് അധ്വാനിച്ച് തിന്നുമെന്ന് പറയുന്നു. അധ്വാനിക്കുന്നത് പുരുഷന്മാരുടെ ഒരു കുത്തകയായിരുന്നു, ഇപ്പൊ അങ്ങനെയല്ല. അവൻ അധ്വാനിക്കണം, തിന്നണം, അതൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അവന്റെ വീട്ടിലുള്ള 2 കൂട്ടരെ പറ്റി പറയുന്ന വാചകങ്ങൾ ഇങ്ങനെയാണ്: അവന്റെ ഭാര്യ വീടിനകത്ത് ആരാണ്? മുന്തിരിവള്ളിയാണ്. അവന്റെ മക്കൾ ഒലിവ് തൈയാണ്. ഈ രണ്ടും ഇവിടെ എഴുതിയിരിക്കുന്ന ആള് വളരെ ഭംഗിയായിട്ട് എഴുതിയിരിക്കുക. കാരണം മുന്തിരിയിൽ നിന്ന് എന്താ കിട്ടേണ്ടുന്നത്? മുന്തിരി രസമാണ്. മുന്തിരിയിൽ നിന്ന് കിട്ടേണ്ടുന്നത് മുന്തിരി രസമാണ്. നിന്റെ ഭാര്യ വീടിനകത്ത് എങ്ങനെ വേണം? അനേകർക്ക് നന്മ പകരുന്ന, സമൃദ്ധി പകരുന്ന, സന്തോഷം പകരുന്ന ഭാര്യയായി തീരണം. മറ്റുള്ളവരുടെ ഭാര്യയായി തീരണം എന്നല്ല. നിന്റെ ഭാര്യ നിന്റെ വീടിന് കൊള്ളാവുന്ന, വീടിന് നന്മ വരുത്തുന്ന, വീടിനുള്ളിൽ നിന്ന് മധുരം പുറപ്പെടുന്ന, ദൈവികമായ അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ഒരു നല്ല എന്തായിരിക്കണം? മുന്തിരിവള്ളി ആയിരിക്കണം. അവളിൽ നിന്നാണ്, ആ നല്ല മുന്തിരിവള്ളിയിൽ നിന്നാണ് അതിൻ്റെ നല്ല മുന്തിരിച്ചാറ് ലഭിക്കേണ്ടത്. മക്കൾ നല്ല ഒലിവ് തൈ ആയിരിക്കണം. നല്ല ഒലിവ് തൈ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? അത് നല്ല സ്ഥലത്ത് നട്ട് പിടിപ്പിക്കും. അത് വളർന്നാൽ അതിൽ നിന്ന് നല്ല ഒലിവ് കാകൾ കിട്ടും. ഈ ഒലിവ് കായ ആട്ടിയെടുത്താൽ എന്ത് കിട്ടും? ഏറ്റവും ശ്രേഷ്ഠമായ ലോ കൊളസ്ട്രോൾ എണ്ണയാ ലഭിക്കുന്നത്, അല്ലേ? കുഞ്ഞുങ്ങൾക്ക് തേക്കാൻ മുതൽ എല്ലാ ഔഷധങ്ങൾക്കും ചേർക്കാൻ കൊള്ളാവുന്ന ഒന്നാന്തരം വിലപിടിപ്പുള്ള എണ്ണ എവിടുന്ന് കിട്ടും? ഈ ഒലിവ് വൃക്ഷത്തിൽ നിന്ന് ലഭിക്കണം. അത് ആരായിരിക്കണം? നിന്റെ മക്കൾ. ഈ ഒലിവ് വൃക്ഷമാകുന്ന ലഭിച്ച ഒലിവെണ്ണയും, മക്കളിൽ നിന്ന് ലഭിച്ച ഈ നല്ല ഫലമാകുന്ന ഒലിവെണ്ണയും, നിന്റെ ഭാര്യയുടെ ജീവിതം കൊണ്ട് ലഭിച്ച നല്ല ഈ മുന്തിരിച്ചാറും ഒന്നു ചേർത്താൽ എന്ത് ചെയ്യണം? അനേകം മുറിവ് കരിക്കാൻ കൊള്ളാം. ആർക്ക് മുറിവ് പറ്റിയാലും ഇത് രണ്ടും ചേർത്താൽ ആ മുറിവ് കരിയും. ഞാനൊന്ന് ചോദിക്കട്ടെ, വീട്ടിൽ ചെന്ന് ഈ പ്രിയമുള്ള എന്നെ കേൾക്കുന്ന പിതാക്കന്മാർക്ക് ഒന്ന് ഇരുത്തി ചിന്തിക്കാമോ? എൻ്റെ വീട്ടിലെ ഈ മുന്തിരി തണ്ടിൽ നിന്ന് ലഭിച്ച മുന്തിരി കിട്ടുന്നുണ്ടോ? എൻ്റെ വീട്ടിലെ ഒലിവ് തൈയിൽ നിന്ന് നല്ല ഒലിവ് കാ കിട്ടുന്നുണ്ടോ? ഇനി കിട്ടിയാൽ തന്നെ ഇത് രണ്ടുകൂടെ ചേർത്ത് മറ്റുള്ളവന് മുറിവ് വെച്ച് കിട്ടാൻ കൊള്ളാവുന്ന ഔഷധമാക്കി രൂപാന്തരപ്പെടുത്താൻ കഴിയുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. കഴിയുന്നെങ്കിൽ നീ ഭാഗ്യവാൻ. നിന്റെ കൈയുടെ അധ്വാന ഫലം നീ തിന്നും. ഇല്ലേ, അധ്വാനിച്ചത് മുഴുവനും വെറുതെ. അധ്വാനിച്ചത് മുഴുവനും വെറുതെ. ചുമ്മാ കൊളസ്ട്രോൾ ഒടിപ്പിച്ച് കളയാവുന്നുള്ളതേ ഉള്ളൂ. നീ തിന്നത് മുഴുവനും വെറുതെ. ചുമ്മാ മറ്റുള്ളവരെ കൊണ്ട് പറയിക്കാമെന്നുള്ളതേ ഉള്ളൂ. പ്രിയമുള്ളവരെ, അതുകൊണ്ടാ പറഞ്ഞത്, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് അങ്ങ് നിറയണം. നിറയുന്നെങ്കിൽ നീ എന്തായി മാറും? നല്ല വീഞ്ഞായി രൂപാന്തരപ്പെടും. രണ്ടാമത് പറയുന്നു, ജീവൻ നൽകുന്ന ജീവന്റെ ജലം കൊണ്ട് ഈ കൽപാത്രങ്ങൾ നിറച്ചാൽ കൽപാത്രങ്ങളിൽ എന്ത് നിറയും? വീഞ്ഞ് നിറയും. ഇതാ വീഞ്ഞ് വിരുന്ന് പ്രമാണി എഴുന്നേറ്റ് നിന്ന് ഇതിനേക്കാൾ ശ്രേഷ്ഠമായതില്ല എന്ന് പറയത്തക്ക വിധം, മറ്റുള്ളവരിൽ നിന്ന് നല്ല അഭിപ്രായങ്ങൾ സ്വീകരിക്കത്തക്ക വിധം, നല്ല കുടുംബമെന്ന് പറയുവാൻ തക്കവണ്ണം ഒരു പുതിയ അനുഭവത്തിലേക്ക് ഞാൻ നിങ്ങളും ആയിത്തീരും. മൂന്നാമത് പറയുന്നു, ഈ യോർദാനിലെ വെള്ളം കൊണ്ട് നിറയ്ക്കുന്നെങ്കിൽ ഇത് ഒരു പുതുജനനത്തിന്, വീണ്ടും ജനനത്തിന് നിന്നെ അർഹനാക്കി തീർക്കും. കഴിഞ്ഞകാല ജീവിതങ്ങളിൽ നീ ജീവിച്ചു തീർത്ത ജീവിതങ്ങൾ മുഴുവനും കഴുകിക്കളഞ്ഞ് പുതിയ ഒരു ജീവിതാനുഭവത്തിലേക്ക് എന്നെയും നിങ്ങളെയും കൊണ്ടുവത്തിക്കുവാൻ സാധ്യമാകും. ചിത്രശലഭത്തെ പോലെ, ഞാൻ അമൂഹത്തിൽ ഓർപ്പിച്ച ചിത്രശലഭത്തെ പോലെ, കഴിഞ്ഞകാല ജീവിതം പൂർണ്ണമായി ഉപേക്ഷിച്ച ആ ജീവിയെ പോലെ നിനക്ക് ഒരു പുതിയ ജീവനായി പറന്നുയരുവാൻ തക്കവണ്ണം ഇടയാകും. നിന്റെ ചിറകിലെ വർണ്ണശബളമായ ചിറകുകൾ നോക്കി അനേകം ആളുകൾ നിന്നെ ആകർഷിക്കും.
നിനക്ക് മധു നുകരുവാൻ തക്കവണ്ണം ദൈവികമായ അനുഗ്രഹങ്ങൾ നിറഞ്ഞ് പാറിപ്പറക്കുവാൻ തക്കവണ്ണം നിനക്ക് സാധിക്കും. കാരണം ഈ യോർദാന്റെ വെള്ളം കൊണ്ട് നീ നിറയുന്നെങ്കിൽ, നാലാമത് പറഞ്ഞു, നല്ല ശീലോഹാവിലെ വെള്ളം കൊണ്ട് നീ ഒന്ന് നിറയ്ക്കുന്നെങ്കിൽ നിനക്ക് പുതിയ കാഴ്ച കിട്ടും. ഇന്ന് വരെ കാണാത്ത ചില ലോകം നിനക്ക് കാണുവാൻ കഴിയും. ഇന്ന് വരെ കേൾക്കാത്ത ചില കാര്യങ്ങൾ നിനക്ക് കേൾക്കുവാനായിട്ട് കഴിയും. ഇന്ന് വരെ അനുഭവിക്കാത്ത ചില കാര്യങ്ങൾ നിനക്ക് അനുഭവിക്കുവാൻ കഴിയും. ഇന്ന് വരെ പകർന്നു നൽകാത്ത ദൈവിക സ്നേഹം കൊണ്ട് മറ്റുള്ളവരെ നിറയ്ക്കുവാനും വാരിപ്പുണരുവാനും നിനക്ക് സാധിക്കും. ഇത് കലവറയില്ലാത്ത ദൈവിക അനുഗ്രഹങ്ങളുടെ നിറവാണ്. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ഈ പരിശുദ്ധമായ ദേവാലയാന്തരീക്ഷത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ അമ്മയുടെ വാക്കുകൾ നമ്മുടെ കാതുകളിൽ മുഴങ്ങട്ടെ. അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അത് ചെയ്യണം. ജീവിതയാത്രയിൽ പ്രഭാതത്തിലും സന്ധ്യയിലും നീ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാനായിട്ടിരിക്കുമ്പോൾ ഈ അമ്മയുടെ വാക്കുകൾ നമ്മുടെ കാതുകളിലേക്ക് മുഴങ്ങട്ടെ. അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യണം. വെള്ളം കോരി നിറയ്ക്കുവാനാണ് അവൻ കൽപ്പിക്കുന്നതെങ്കിൽ അത്ര നിസ്സാരമായി അത് കാണരുത്. പലപ്പോഴും അവിടുത്തെ വേലക്കാർക്ക് നിസ്സാരമായി തോന്നിയ കാര്യമാണ്. കാരണം ഈ കോരി നിറച്ച വേലക്കാർ വർഷങ്ങളായി അവിടെ കൽപാത്രങ്ങളിൽ എന്ത് നിറയ്ക്കുന്നുണ്ട്? വെള്ളം നിറയ്ക്കുന്നുണ്ട്. ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതാ കുഷ്ഠരോഗിയായ നയമാനെ സംബന്ധിച്ച് പറയുന്നുണ്ട്, അവൻ കുഷ്ഠരോഗിയെങ്കിലും ധീരനായിരുന്നു എന്ന് പറയുന്നുണ്ട്. അവൻ ചെന്ന് പ്രവാചകന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ പ്രവാചകൻ പറയുന്നു, നീ പോയി എവിടെ കുളിക്കണം? യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങണം. അവന്റെ മനസ്സിൽ തോന്നുന്നുണ്ട്, എന്റെ നാട്ടിൽ ധാരാളം ആറുകളുണ്ട്, തോടുകളുണ്ട്, ശ്രേഷ്ഠമായ നദികളുണ്ട്. അവിടെയെങ്കിലും കുളിച്ചാൽ കിട്ടാത്ത സുഖം എന്റെ ശരീരത്തിന്റെ വ്രണം മാറുവാനായിട്ട് സാധ്യമാകുമോ? നിസ്സാരമാ. പക്ഷേ കൂടെ നിന്നവർ മനസ്സിലായി. അവൻ പറഞ്ഞു, യജമാനൻ കൽപ്പിച്ചതല്ലേ, നഷ്ടമൊന്നുമില്ലല്ലോ, ഒന്ന് ചെയ്തു നോക്കണം. അവൻ കുളിച്ചു, ശുദ്ധനായി. അവന്റെ ശരീരം നല്ല പൈതങ്ങളുടെ ശരീരം പോലെ സുന്ദരമായി തീർന്നുവെന്നാണ് വേദപുസ്തകത്തിൽ പറയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനമേ, കൽപാത്രങ്ങൾ കോരി നിറയ്ക്കുവാൻ ദൈവം തമ്പുരാൻ ആവശ്യപ്പെടുന്നെങ്കിൽ കോരി നിറച്ചേ മതിയാവുകയുള്ളൂ. അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് നിങ്ങൾ ചെയ്യുവീൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.